Praise the Lord. ദൈവത്തിന് സ്തോത്രം. Shall we read from Exodus chapter 15 and read verse 26? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം വായിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്നരുളി ചെയ്തു. And said, if thou wilt diligently hearken to the voice of the Lord thy God, and will do that which is right in his sight, and will give ear to his commandments, and keep all his statutes, I will put none of these diseases upon thee, which I have brought upon the Egyptians, for I am the Lord that healeth thee. Praise the Lord. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. In this age when science and technology and medicine is advancing, the truth of divine healing seems to be something foolish and even criminal in the sight of the world. ഇന്ന് ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഔഷധവുമെല്ലാം ഇത്രയധികം വളർന്ന് വലുതായ ഈ സാഹചര്യത്തിൽ ദൈവിക രോഗശാന്തിയിൽ നിലനിൽക്കുക എന്നത് ഇന്ന് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വിഡ്ഢിത്തവും ഒരു കുറ്റകരവുമായ വസ്തുതയെ പോലെ ആയി നടന്നുകൊണ്ടുവരുന്നു. Not only that, അതുമാത്രമല്ല, Jesus himself said, when the Son of Man cometh, that is in the days of his second coming, will he find faith on earth? He was trying to say that even amongst believers, faith is going to decrease. അതുമാത്രമല്ല, യേശുവും ഇപ്രകാരമാകുന്നു പറയുന്നത്, മനുഷ്യപുത്രൻ വരുന്ന നാളിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയം അടുക്കുമ്പോഴേക്കും താൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യം അവൻ ചോദിക്കുന്നു. അതിൽ അർത്ഥമാക്കുന്നത് വിശ്വാസികൾ ആയിരിക്കുന്നവർക്ക് പോലും വിശ്വാസത്തിൽ ക്ഷീണം സംഭവിച്ചു തുടങ്ങും എന്നാകുന്നു. The doctrine of divine healing is unique to our church. ദൈവിക രോഗശാന്തി എന്നുള്ള സത്യം, ആ ഉപദേശം നമ്മുടെ സഭയുടെ അതുല്യമായ ഒരു ഉപദേശമാകുന്നു. There are others who believe in divine healing, but there are not many churches that are as strict as we are in adhering to this doctrine. അനേകർ ഈ ദൈവിക രോഗശാന്തി എന്ന ഉപദേശത്തിൽ വിശ്വസിച്ച് അത് പ്രായോഗികമാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സഭയിൽ മാത്രമാകുന്നു ഇത്രയധികം അത് കഠിനമായി ഉപദേശിക്കുകയും അതിൻ പ്രകാരം ജീവിക്കണമെന്ന് പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത്. So on one side, as science is advancing, and on the other side faith is decreasing, many questions rise up within us about this doctrine. ഒരു വശത്ത് ശാസ്ത്രം വർദ്ധിക്കുമ്പോഴും മറുവശത്ത് വിശ്വാസം മങ്ങി തുടങ്ങുമ്പോഴും ഈ ദൈവിക രോഗശാന്തി എന്ന സത്യത്തെ പറ്റി അനേക ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. So I would like to answer not all questions, there are too many questions, but some basic questions. അനേക ചോദ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്, എങ്കിലും എല്ലാം ഉത്തരം പറയുവാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. ചില ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. I would like to answer 5 questions depending on the time that is available. എനിക്ക് മുമ്പിൽ ഉള്ള സമയത്തെ വെച്ചുകൊണ്ട് 5 പ്രധാന ചോദ്യങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഉത്തരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, if divine healing is true and God given, why is it not written explicitly or clearly in the Bible? ഒന്നാമത്തെ ചോദ്യം, ദൈവിക രോഗശാന്തി എന്ന സത്യം ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയതാകുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് തുറന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ വിധത്തിൽ എല്ലാവരും അത് പ്രായോഗികമാക്കണമെന്നുള്ള സത്യത്തെ നേരിട്ട് എഴുതിയിട്ടില്ല? The second question, രണ്ടാമത്തെ ചോദ്യം, has not medicine come from the wisdom that God has given human beings? What's wrong with taking medicine? മരുന്ന് ഉപയോഗിക്കുന്നതിലുള്ള തെറ്റെന്താകുന്നു? ഈ മരുന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ജ്ഞാനം മനുഷ്യർക്ക് ദൈവമല്ലേ നൽകിയത്? അങ്ങനെയെങ്കിൽ അതിൽ തെറ്റെന്താകുന്നു? The third question, മൂന്നാമത്തെ ചോദ്യം, what is wrong if we take medicine and trust in God? Do both together. നാം മരുന്ന് എടുക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും രണ്ടും ഒരേ സമയത്ത് ചെയ്താൽ ഉള്ള തെറ്റെന്താകുന്നു? The fourth question, നാലാമത്തെ ചോദ്യം, why is not divine healing working in our midst powerfully these days? എന്തുകൊണ്ട് ഈ നാളുകളിൽ ദൈവിക രോഗശാന്തി ശക്തിയേറിയ വിധത്തിൽ നമ്മുടെ മധ്യേ ക്രിയ ചെയ്യുന്നില്ല? The fifth question, as a subsidiary of the fourth, നാലാമത്തേതിന്റെ തുടർച്ച എന്ന വണ്ണം അഞ്ചാമത്തെ ചോദ്യം, why do many saints and people of God die sick in divine healing? അനേകർ വിശുദ്ധന്മാരും
വിശുദ്ധന്മാരായിരിക്കുന്നവരെല്ലാം പലരും ഈ ദൈവിക രോഗശാന്തിയിൽ നിന്നിട്ടും അതേ രോഗത്തിൽ മരിക്കുന്നതെന്ത്? So I'm going to speak to you from the Word of God and also from outside the Word of God. ഞാൻ തിരുവചനത്തെ അടിസ്ഥാനമാക്കിയും തിരുവചനത്തിന്റെ വെളിയിൽ നിന്നും കൊണ്ടും നിങ്ങളോട് ഇതിനെപ്പറ്റി ഉത്തരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. So we'll start with the first question. If divine healing is true, why is it not explicitly mentioned in the Bible? ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവിക രോഗശാന്തി എന്ന സത്യം അത് ദൈവം നൽകിയതായി ആകുന്നുവെങ്കിൽ എന്തുകൊണ്ട് അത് തിരുവെഴുത്തിൽ തുറന്ന് എഴുതിയിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല? I'll try to give a brief answer. അതിനൊരു ചുരുങ്ങിയ ഉത്തരം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When our children study in school, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ for each class they have a different textbook. ഓരോ ക്ലാസ്സുകളിൽ അവർ പഠിക്കുമ്പോഴും അവർക്ക് വിവിധമായ പാഠപുസ്തകങ്ങളാകുന്നു ഉള്ളത്. Consider the subject of mathematics. ഉദാഹരണത്തിന് കണക്ക് എന്ന വിഷയത്തെ നാം എടുത്താൽ every class from standard 1 you have a distinct textbook, a different textbook till you finish school. ഒന്നാം ക്ലാസ് മുതൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത് വരെ ആ കണക്കിന് വിവിധമായ പാഠപുസ്തകം ആയിരിക്കും നൽകുന്നത്. Supposing you show a 12th standard textbook to a first standard student and say, see, after a few years this is what you're going to study. ഉദാഹരണത്തിന് 12ാം ക്ലാസ്സിലുള്ള കണക്കിന്റെ പാഠപുസ്തകം എടുത്ത് ഒരു 1ാം ക്ലാസ് കുട്ടിയെ കാണിച്ച് നോക്കുക, ചില വർഷങ്ങൾക്കുള്ളിൽ നീ ഇതാകുന്നു പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, when he sees the numbers and the symbols that are in that 12th standard textbook, he will get scared and he will become allergic or averse to mathematics. ആ 12ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ സംഖ്യകളും അടയാളങ്ങളും എല്ലാം കാണുമ്പോൾ ഈ കുഞ്ഞ് അതിൽ കണ്ട് ഭയാനകമായ വിധത്തിൽ പിന്നെ കണക്ക് എന്ന വിഷയം പഠിക്കുന്നതിനോട് താല്പര്യമില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും. But if you make him study the first 11 standards and make him study mathematics in the first 11 standards, giving him a textbook each year, ഓരോ വർഷവും അതിൻ്റെതായ കണക്കിന്റെ പാഠപുസ്തകങ്ങൾ തന്നെ നൽകിക്കൊണ്ട് 1 മുതൽ 11ാം ക്ലാസ് വരെ ആ കുട്ടിയെ പഠിപ്പിച്ചാൽ, now you show him the 12th standard textbook, next year this is what you're going to study. അതിനുശേഷം 12ാം ക്ലാസ്സിലെ പാഠപുസ്തകം കാണിച്ചുകൊണ്ട് ഇതാകുന്നു അടുത്ത വർഷം നിനക്ക് പഠിക്കുവാനുള്ളത് എന്ന് വെളിപ്പെടുത്തി കൊടുത്താൽ, he is now already prepared with a basic with some fundamentals in mathematics that makes his heart ready to accept those numbers and symbols. ഇപ്പോൾ ആ കുട്ടി പുതിയതായ ഇനിയും പഠിക്കുവാനുള്ള സംഖ്യകളും അടയാളങ്ങളും എല്ലാം താൻ സ്വീകരിക്കത്തക്കവണ്ണം അതിനു മുമ്പേ ഒരു അടിസ്ഥാനം തൻ്റെ പഠിത്തത്തിൽ കണക്കിൽ ഈ 11 ക്ലാസ് കൊണ്ടുണ്ടായി കഴിഞ്ഞു. But when it comes to Christian life, എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ from standard 1 to the higher standards of Christian life, ക്രിസ്തീയ ജീവിതത്തിന്റെ 1ാം ക്ലാസ് മുതൽ ഉന്നത നിലവാരത്തിലുള്ള ആ ക്ലാസ് എത്തുന്നത് വരെയും, from a new soul to a very ripe servant of God, ഒരു പുതിയ ആത്മാവ് മുതൽ ഒരു പൂർണ്ണനാക്കപ്പെട്ട ഒരു വിശുദ്ധൻ വരെയും, we all have only one textbook and that's the Bible. നമുക്കെല്ലാവർക്കും ഒരേ പാഠപുസ്തകമാകുന്നു ഉള്ളത്, അതാകുന്നു സത്യവേദ പുസ്തകം. That means the Bible has to contain the syllabus for a beginner and also for an advanced Christian. അതിൻ്റെ അർത്ഥം വേദപുസ്തകത്തിൽ ഒരു പുതിയ ആത്മാവിനുള്ള പാഠ്യ പദ്ധതിയുമുണ്ട്, എന്നാൽ ഏറ്റവും പൂർണ്ണരാക്കപ്പെടുന്ന വിശുദ്ധന്മാർക്ക് ക്രിസ്തീയ വളർച്ച പ്രാപിച്ചവർക്കുമുള്ള പാഠ്യപദ്ധതി ഇതിലുണ്ട്. So because we have only one textbook for all the classes, if a lower standard student studies the higher standard syllabus, he will get scared. നമുക്ക് ഈ എല്ലാ ക്ലാസ്സുകൾക്കുമായി ഈ ഒരേ ഒരു പുസ്തകം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ ഇത് പഠിക്കുമ്പോൾ അവർക്ക് ഉന്നത നിലവാരത്തിലുള്ള ഈ ഉപദേശം പാഠ്യപദ്ധതി മനസ്സിലാക്കുവാൻ പ്രയാസകരമായിരിക്കും. He will get scared. താൻ അതിൽ ഭയാനകനായി തീരും. Suppose Genesis 1:1 was, ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ, suppose it was, thou shalt not wear jewelry. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നീ ആഭരണം ധരിക്കരുത് എന്നാകുന്നുവെങ്കിൽ, Genesis 1:2 is, thou shalt not take medicine. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം നീ ഔഷധം ഉപയോഗിക്കരുത് എന്നാകുന്നുവെങ്കിൽ, Genesis 1:3 is, thou shalt not watch television.
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം, നീ ടെലിവിഷൻ കാണരുത് എന്നാകുന്നുവെങ്കിൽ, and you find a beginner Christian, a new soul starting to read the Bible, he reads Genesis 1, 2, 3, he'll close the Bible and say, I'd rather go to hell. ഒരു പുതിയ ആത്മാവ് ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ തുടങ്ങിയാൽ ഉടനെ പറയും, ഇതിലും ഭേദം ഞാൻ നരകത്തിൽ പോയിക്കൊള്ളാം. It will scare him. The first 3 verses of the Bible will scare him. ആദ്യത്തെ 3 വാക്യങ്ങൾ തന്നെ ഏറ്റവും ഭയാനകമായ അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. So what has God cleverly done is that he's hidden the advanced Christian syllabus in the words of this Bible, so that a new soul can also safely read this, and an advanced Christian can also read and grow in his life. ആകയാൽ ദൈവം ബുദ്ധിപരമായി ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള ശ്രേഷ്ഠമേറിയ സത്യങ്ങളെ ദൈവം തിരുവെഴുത്തിൽ മറച്ചു വെച്ചിരിക്കുകയാകുന്നു. ഒരു പുതിയ ആത്മാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ തനിക്കും സുരക്ഷിതമായി വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അതേ സമയത്ത് വളർച്ച പ്രാപിച്ച ഒരു ക്രിസ്ത്യാനിക്കും ഇത് മനസ്സിലാക്കി പ്രായോഗികമാക്കുവാൻ കഴിയും. At the same time, this truth of divine healing is not hidden in such a way that we have to bring it out with some twisted interpretation. It's very clearly mentioned in various parts of the Bible. അതേസമയം ദൈവിക രോഗശാന്തി എന്ന സത്യം തിരുവെഴുത്തിൽ അത്രയധികം മറഞ്ഞല്ല കിടക്കുന്നത്. ഏതോ വലിയ കുരുക്കഴിച്ച് പരിഭാഷപ്പെടുത്തി വെളിയിൽ കൊണ്ടുവരുന്നത് പോലെ അല്ല ദൈവിക രോഗശാന്തി എന്ന സത്യം തിരുവെഴുത്തിൽ കാണുന്നത്. In the first 2 days we saw about the letter of the law and the spirit of the law. ആദ്യത്തെ 2 ദിവസത്തിലെ നമ്മുടെ യോഗങ്ങളിൽ പ്രമാണത്തിലുള്ള അക്ഷരത്തെ പറ്റിയും പ്രമാണത്തിന്റെ പിന്നിലുള്ള ആത്മാവിനെ പറ്റിയും നാം ധ്യാനിക്കുകയുണ്ടായി. If God simply wrote thou shalt not take medicine very clearly, like the Old Testament saints, we would also have grit our teeth and somehow not take medicine, but that's not the ultimate purpose of divine healing. ദൈവം നീ ഔഷധം ഉപയോഗിക്കരുതെന്ന് പഴയ നിയമത്തിൽ പറയുന്നത് പോലെ നേരിട്ട് അവൻ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നാം ഒരുപക്ഷെ പല്ല് കടിച്ച് അതിൽ വളരെ വ്യാകുലപ്പെട്ട് ആ പ്രമാണത്തെ ആചരിക്കുവാൻ കഴിയാത്തവരായി തീർന്നേക്കാം. No, we would have lived it, but that's not the purpose behind divine healing. ഒരുപക്ഷെ നാം പല്ല് കടിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി അതിൻ പ്രകാരം ജീവിച്ചേക്കാം, എന്നാൽ അതല്ല ദൈവം ആ സത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. We'll come here and testify by the grace of God for the past 35 years I'm living for divine healing, and we'll be very proud of it, but that's not what God wants. നാം വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ വന്ന് ദൈവകൃപയാൽ കഴിഞ്ഞ 35 വർഷമായി ഞാൻ ദൈവിക രോഗശാന്തിയിൽ നിലനിൽക്കുന്നു എന്നെല്ലാം വളരെ അഹംഭാവത്തോടെ നമുക്ക് ഒരുപക്ഷെ പറയുവാൻ കഴിഞ്ഞേക്കാം, എന്നാൽ ദൈവം അതല്ല നമ്മിൽ നിന്ന് ഈ സത്യം കൊണ്ട് ആഗ്രഹിക്കുന്നത്. God has something in his mind when he speaks to us about this truth of divine healing. ഈ ദൈവിക രോഗശാന്തി എന്ന സത്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ അതിന് പുറകിൽ ദൈവത്തിന് ഒരു പ്രത്യേക മനസ്സുണ്ട്. Little by little we will try to understand the mind of God hidden in the scriptures about this truth of divine healing. ഈ ദൈവിക രോഗശാന്തിയെ പറ്റി അല്പാൽപമായി ദൈവം അതിന് പുറകിൽ ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ മനസ്സെന്തെന്ന് നാം മനസ്സിലാക്കണം. Many of us know that medicine began in Egypt. നമുക്ക് അനേകർക്കും അറിയാവുന്ന ഒരു വസ്തുതയാകുന്നു, മരുന്ന് അല്ലെങ്കിൽ ഔഷധം എന്നത് ആരംഭിച്ചത് തന്നെ മിസ്രൈമിൽ നിന്നാകുന്നു. There was a thick book written in 1552 AD. It had remedies to about 800 diseases. AD 1552 BC 1552 ആണ്ടിൽ ഏകദേശം 800 രോഗങ്ങൾക്കുള്ള ചികിത്സ അല്ലെങ്കിൽ അത് സൗഖ്യമാകുന്ന വിധത്തെ പറ്റി ഒരു വലിയ ഡിക്ഷണറി പുസ്തകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. So Egypt was advanced in medicine in those days. ആകയാൽ മിസ്രൈം എന്ന രാജ്യം ആ നാളുകളിൽ മരുന്നിനെ പറ്റി വളരെ ഉന്നത സാങ്കേതിക വിദ്യയുള്ളതായിരുന്നു. When you look at history, Moses was born in those very days that this book came into existence. നാം ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മോശ ജനിക്കുന്ന ആ സമയത്ത് ഈ വലിയ പുസ്തകം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ പുസ്തകം നിർമ്മിക്കപ്പെട്ട നാളുകളിലായിരുന്നു. In Acts chapter 7, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ, and I think it's verse 28, 28-ാം വാക്യം ആകുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്നു. Verse 22, it's written that Moses was learned in all the sciences of Egypt. 22-ാം വാക്യത്തിൽ മോശെ മിസ്രൈമ്യരുടെ സകല
സകല ശാസ്ത്രങ്ങളിലും അഭ്യസിച്ച് സമർത്ഥനായിരുന്നു. See the Malayalam translation, he was learned in English, he was learned in all the wisdom of Egypt, but the Malayalam translation says he was learned in all the sciences of Egypt. മലയാളത്തിൽ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് അല്ലെങ്കിൽ ശാസ്ത്രവും അഭ്യർത്ഥിച്ച പ്രവൃത്തിയിൽ സാമർത്ഥ്യനായി തീർന്നു എന്ന് കാണുന്നു. So he was learned in all the sciences of Egypt means he would have also read this medical book. താൻ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു എന്നതിൽ നിന്ന് നാം എല്ലാ ശാസ്ത്രവും അഭ്യസിച്ചു എന്ന് പറയുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഈ മരുന്നിനെ പറ്റിയുള്ള ഈ പുസ്തകവും മോശ നിശ്ചയമായും വായിച്ചിരിക്കണം. So God brings up Moses in Egypt, makes him learn this medical book. ഇങ്ങനെയുള്ള ഔഷധ സംബന്ധമായ ഈ പുസ്തകം അറിഞ്ഞുകൊണ്ടാകുന്നു മോശയെ ദൈവം മിസ്രയീമിൽ വളർത്തിക്കൊണ്ട് വന്നത്. Then he makes that Moses who has so much of medical knowledge, he makes this Moses the leader of the Israelites. അങ്ങനെ അധികമായ വൈദ്യശാസ്ത്രപരമായ അറിവുണ്ടായിരുന്ന ഈ മോശയെ ആകുന്നു ദൈവം ഇസ്രായേൽ മക്കളുടെ നായകനായി തിരഞ്ഞെടുത്തത്. Gave him new laws concerning hygiene and health. തനിക്ക് ശുചിത്വത്തെ പറ്റിയും ആരോഗ്യത്തെ പറ്റിയുമുള്ള പുതിയ അറിവുകൾ പരിജ്ഞാനം ദൈവം നൽകി. Those are the first 5 books of the Bible. That's what Moses wrote. അത് തിരുവെഴുത്തിൽ കാണപ്പെടുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങൾ മോശ എഴുതിയതാകുന്നുവല്ലോ. What has to be noted is Moses learnt the medical book of Egypt, but when he wrote the first 5 books of the Bible, not one point from that medical book was inserted in these 5 books. മോശ വൈദ്യശാസ്ത്രപരമായ ആ പുസ്തകങ്ങൾ വളരെ ജ്ഞാനമുള്ളവനായിരുന്നിട്ടും അതിൽ ഒരു വാക്ക് പോലും ഒരു വാചകം പോലും താൻ തിരുവെഴുത്തിൽ എഴുതിയ 5 പുസ്തകങ്ങളിൽ കാണുവാനേ ഇല്ലായിരുന്നു. So God brings Israelites out of that medically advanced country, pulls them out, brings them to the wilderness through that medically learned man called Moses. ആകയാൽ ദൈവം ഇസ്രായേൽ മക്കളെ വൈദ്യശാസ്ത്രപരമായി ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ആ മിസ്രയീം ദേശത്ത് നിന്ന് മോശ എന്ന വ്യക്തിയിൽ കൂടി തന്നെ ദൈവം ആ വിധത്തിൽ വളർത്തിയെടുത്ത് ആ വ്യക്തിയിൽ കൂടി ദൈവം അവരെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു. Through the medically advanced man called Moses. He was learned in medicine. വൈദ്യശാസ്ത്രപരമായി സകല ജ്ഞാനത്തിലും അഭ്യസിച്ചതായ ആ മോശയെ കൊണ്ട് അവരെ വെളിയിൽ കൊണ്ടുവന്നു. Now what is God telling the people through Moses? ഇപ്പോൾ മോശയിൽ കൂടി ഇതേ ദൈവം എന്താകുന്നു ജനത്തോട് കൽപ്പിക്കുന്നത്? Obey my commandments. എൻ്റെ കൽപ്പനകളെ നീ അനുസരിക്കുക. Keep my laws. എൻ്റെ വിധികളെ നീ പ്രമാണിക്കുക. That means what I have written in the Pentateuch, the first 5 books of the Bible, you do as I say, I will put none of these diseases upon thee. അതിൻ്റെ അർത്ഥം ഞാൻ തിരുവെഴുത്തിൽ നിന്നിൽ കൂടി എഴുതിയിരിക്കുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും നീ പ്രമാണിക്കുക, അനുസരിക്കുക. അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും. I will put none of these diseases upon thee. നിങ്ങൾക്ക് യാതൊരു വ്യാധിയും ഞാൻ വരുത്തുകയില്ല. Then that verse says in English and Malayalam it says, I am the Lord that healeth thee. ഇംഗ്ലീഷിലും മലയാളത്തിലും ആ വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാകുന്നു പറയുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. But in Tamil there is an exclusive claim there, Nane, I alone am the Lord who heals thee, nothing else, no one else. എന്നാൽ തമിഴിൽ വളരെ വിശേഷിക്കപ്പെട്ട ഒരു വാക്ക് എടുത്തു പറഞ്ഞിരിക്കുന്നു, ഞാൻ മാത്രം, ഞാനല്ലാതെ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമില്ല. So what God should have done is he should have kept them in Egypt. He's given Moses this knowledge and he should have given them, you turn to this portion of the medical book and give them this treatment. Instead of doing that, he brings them out of Egypt, brings them to the wilderness and says, I am your healer. ഒരുപക്ഷെ യഹോവയായ ദൈവത്തിന് ഇങ്ങനെ ചെയ്യാമായിരുന്നു. മുഴുവൻ ഇസ്രായേൽ മക്കളെയും മിസ്രയീമിൽ തന്നെ ആക്കി വെച്ചിട്ട് മോശയിൽ കൂടി ആ പുസ്തകം എടുത്ത് ഇന്ന അധ്യായം എടുത്ത് ഇന്ന വാക്കുകൾ കൊണ്ട് ഇപ്രകാരമുള്ള രോഗത്തിന് നീ ചികിത്സ കൊടുക്കുക എന്ന് മോശയിൽ കൂടി അവന് ചെയ്യിക്കാമായിരുന്നു. എന്നാൽ ദൈവം അതങ്ങനെ ചെയ്തില്ല. അവരെ മോശയെ കൊണ്ട് തന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഞാൻ മാത്രം നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നവൻ കൽപ്പിച്ചു. So they had a thick medicine book, the Egyptians, but this verse says they were all sick. God himself says, I have brought this sickness upon the Egyptians. അവർക്ക് വളരെ കട്ടി കൂടിയ ഒരു വൈദ്യശാസ്ത്ര
പഠനത്തിനുള്ള പുസ്തകം ഉണ്ടായിരുന്നുവെങ്കിലും അവരെല്ലാവരും വ്യാധികളായിരുന്നു എന്നാകുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാനാകുന്നു അവർക്ക് വ്യാധികളെ അയച്ചത് എന്നുകൂടിയാകുന്നു അർത്ഥമാക്കുന്നത്. So what is God trying to tell? What's the message we get from this? ആകയാൽ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദൂത് എന്താകുന്നു? God is telling the Israelites, don't get involved in all that medical stuff. I am there for you, for your healer. You listen to what I say and none of these sicknesses will come on you. ആ വൈദ്യശാസ്ത്രത്തിലൊന്നും നിങ്ങൾ ശ്രദ്ധ പതിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കൽപ്പനകൾ ചട്ടങ്ങൾ പ്രമാണിച്ച് ജീവിക്കുക. ഇങ്ങനെയുള്ള ഒരു വ്യാധികളും നിങ്ങൾക്ക് ഭവിക്കുകയില്ല. When you consider the life of King Asa in the Bible, തിരുവെഴുത്തിൽ ആസാ രാജാവിന്റെ ജീവിതത്തെ പറ്റി നാം പരിശോധിച്ചാൽ, he was faithful, he was honest, sincere, upright in the early days of his life. തന്റെ ജീവിതത്തിന്റെ ആരംഭഘട്ടങ്ങളിൽ താൻ വളരെ വിശ്വസ്തനും പരമാർത്ഥനുമായിരുന്നു. But once when a war came with the northern king of Israel, ഒരിക്കൽ ഇസ്രായേലിന്റെ വടക്ക് ദേശത്തെ രാജാവുമായിട്ടുള്ള യുദ്ധം ഏർപ്പെട്ടപ്പോൾ he went to Syria and asked for help. താൻ സിറിയയിലേക്ക് കടന്നു ചെന്ന് അവരോട് സഹായം അഭ്യർത്ഥിച്ചു. Then God reprimanded him, scolded him through a prophet. എന്നാൽ ഉടനെ ദൈവം ഒരു പ്രവാചകനിലൂടെ തന്നെ വിലക്കുവാനിടയായി. When the Ethiopians came against you, you came to me for help. Now when this northern king of Israel is coming to fight with you, why is it that you're going to Syria for help? എത്യോപ്യൻ കൂശ്യർ നിനക്ക് വിരോധമായി യുദ്ധത്തിന് വന്നപ്പോൾ നീ എൻ്റെ അടുക്കലല്ലേ സഹായത്തിന് വന്നത്? എന്നാൽ ഇപ്പോൾ വടക്കേ ദേശത്തിലെ രാജാവ് നിനക്ക് വിരോധമായി യുദ്ധത്തിന് വരുമ്പോൾ എന്തുകൊണ്ട് നീ സഹായത്തിനായി സിറിയയുടെ അടുക്കൽ പോകുന്നു? You have done a very wrong thing. You've lost your uprightness. God scolded Asa. നിനക്ക് നിന്റെ പരമാർത്ഥത നഷ്ടപ്പെട്ടു പോയി, നീ വളരെ തെറ്റ് ചെയ്തു പോയി എന്ന് ദൈവം അവനെ വഴക്ക് പറയുവാനിടയായി. Now when Asa did this wrong thing, what should he have done? ഉടനെ ആസായിക്ക് ഇങ്ങനെ തെറ്റ് സംഭവിച്ചപ്പോൾ എന്തായിരുന്നു അവൻ ഉടനെ ചെയ്യേണ്ടിയിരുന്നത്? When a prophet came to David and said once when he made a mistake, you are that man, immediately David said, I'm very sorry, please forgive me, I realize my mistake. ഒരിക്കൽ ഒരു പ്രവാചകൻ വന്ന് ദാവീദിനോട് തന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് നീ അത്രേ ആ മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ദാവീദ് തന്നെ താൻ താഴ്ത്തി അത് സമ്മതിച്ച് ഏറ്റുപറയുകയും ചെയ്തു. But now when a prophet comes and points a finger at Asa and says you have done wrong, you know what Asa did? He took the prophet and put him in prison. എന്നാൽ ഇപ്പോൾ ഇവിടെ നാം കാണുന്നത് പോലെ ഒരു പ്രവാചകൻ വന്ന് നീ തെറ്റ് ചെയ്തു പോയി എന്ന് ആസാ രാജാവിനെ നോക്കി പറഞ്ഞപ്പോൾ താൻ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമോ? ഉടനെ ആ പ്രവാചകനെ പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. And because of that, God punished Asa to try to bring him to his senses in another way. അതുകൊണ്ട് ദൈവം ആസാ രാജാവിനെ താൻ ശരിയായ ഒരു മാനസിക നിലയിലേക്ക് കടന്നു വരേണ്ടതിന് മറ്റൊരു കാര്യം പ്രയോഗിച്ചു. He got a disease in his feet. തന്റെ കാലുകളിൽ ഒരു രോഗം ബാധിക്കുവാനിടയായി. Probably a huge boil. ഒരു വലിയ പരു എന്ന് ഇരിക്കട്ടെ. Now what should Asa do? ഇപ്പോൾ ആസയ്ക്ക് എന്ത് ചെയ്യാമായിരുന്നു? God, you tried to correct me through the prophet. I resisted and put him in prison. I'm sorry. And now you are correcting me through this sickness. I realize my rebellion. I'm sorry. That's what he should have done. താൻ ഇപ്രകാരം ചെയ്യണമായിരുന്നു. ദൈവമേ, നീ എൻ്റെ നേരെ ഒരു പ്രവാചകനെ അയച്ച് തെറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ അനുദപിക്കാതെ അവനെ കാരാഗൃഹത്തിൽ അടച്ചു. അതിനുശേഷം ഇപ്പോൾ നീ എൻ്റെ ശരീരത്തിൽ ഒരു രോഗം വരുത്തി, അപ്പോഴും ഞാൻ ഏറ്റുപറയുന്നില്ലല്ലോ എന്ന്. ഞാൻ അതിന് വിരോധമായി മത്സരിക്കുന്നു. I should set my heart right. ഞാൻ എൻ്റെ ഹൃദയത്തെ നേരായ വഴിക്ക് കൊണ്ടുവരണമായിരുന്നു. Now what is he doing? എന്നാൽ ഇപ്പോൾ ഇവിടെ താൻ എന്താകുന്നു ചെയ്യുന്നത്? Read 2 Chronicles 16:12. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. ആസയ്ക്ക് തന്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയെ അല്ല വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത്. And Asa in the 39th year of his reign was diseased in his feet until his disease was exceeding great. Yet in his disease he sought not to the Lord but to the physicians. So what was the real key to his healing? ആകയാൽ അവന്റെ രോഗശാന്തിക്കുള്ള യഥാർത്ഥമായ ഒരു വസ്തുത എന്തായിരുന്നു? What should have been the real key? എന്തായിരിക്കണം അവൻ രോഗശാന്തിക്ക് വേണ്ടി ചെയ്യേണ്ടിയിരുന്നത്? Lord, I've been rebelling against you, I'm sorry. കർത്താവേ, ഞാൻ നിനക്ക് വിരോധമായി മത്സരിക്കുകയായിരുന്നു, എന്നോട് ക്ഷമിക്കണമേ. Instead, he doesn't repent but goes to the doctor and says, please heal me. എന്നാൽ അവൻ എന്താകുന്നു ചെയ്തത്? അനുദപിക്കുന്നതിന് പകരം വൈദ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവരെ അന്വേഷിച്ചു. So God is trying to point out in this verse that when God is trying to deal with the soul of Asa is going to the doctor. God is saying that's a rebellion against God.
ദൈവം തൻ്റെ പ്രാണനുമായി ഇപ്പോൾ ഒരു പ്രാണനെ സൗഖ്യമാക്കുവാൻ ചിന്തിക്കുമ്പോൾ ആസ ഇതിന് വിരോധമായി ചെന്ന് അക്ഷരീകമായ വൈദ്യന്മാരെ ആശ്രയിച്ചു എന്ന് നാം കാണുന്നു. That's a rebellion against God. അത് ദൈവത്തിന് വിരോധമായിട്ടുള്ള മത്സരമായിരുന്നു. So when God in the key verse that we read in Exodus 15:26, you listen to what I say, keep my commandments, none of these diseases will come. So sickness is a pointer to our disobedience. Something has gone wrong. Somewhere we are transgressing God's commandment. Find that out. These sicknesses will be healed. ആകയാൽ പുറപ്പാട് പുസ്തകം 15:26 നാം വായിച്ചതുപോലെ അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നാം നടക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വ്യാധികൾ വരികയില്ല. അങ്ങനെ വന്നുവെങ്കിൽ അതിൻ്റെ ഒരുപക്ഷേ അതിൻ്റെ കാരണം ഇതായിരിക്കാം, നാം അനുസരണക്കേട് കാണിച്ച് കർത്താവിൻ്റെ കൽപ്പനകളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം കാരണം. അത് കണ്ടുപിടിക്കുന്നതോടെ സൗഖ്യമുണ്ടാകും. So you find what is wrong, you will be healed. ആകയാൽ തെറ്റ് എവിടെയെന്ന് കണ്ടുപിടിച്ചാൽ സൗഖ്യം ഉണ്ടാകും. But instead of humbling ourselves and sanctifying ourselves and find out where we have disobeyed, we go straight to the doctor. You know what we are telling God? God, we don't care about you correcting us. I want to be healed, that's all. നമ്മെ ശുദ്ധീകരിക്കുകയോ നമ്മെ തന്നെ താഴ്ത്തി അനുദപിക്കുകയോ ചെയ്യാതെ നേരെ വൈദ്യന്മാരുടെ അടുക്കൽ പോകുന്നതിൻ്റെ അർത്ഥം, അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, ദൈവമേ നീ ഞങ്ങളെപ്പറ്റി കരുതുന്നില്ല, we don't care about what you feel about us. നീ ഞങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ന് ഞങ്ങൾ അതിനെപ്പറ്റി വ്യാകുലപ്പെടുന്നില്ല. We don't want to be corrected by you. നിന്നാൽ തിരുത്തപ്പെടുവാൻ ശാസിക്കപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. We want to be healed, that's all. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സൗഖ്യം കിട്ടിയാൽ മതി. You know what that is? അതെന്താകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? There are some number locks in some suitcases. ചില പെട്ടികളിൽ, സ്യൂട്ട് കേസുകളിൽ സംഖ്യ കൊണ്ടുണ്ടാക്കുന്ന പൂട്ടുണ്ടല്ലോ. Instead of finding the number that opens the lock, you take a screwdriver and break the lock. Going for medical healing when God is trying to correct you is like that. ദൈവം നിങ്ങളെ ശാസിച്ച് തിരുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ വൈദ്യസഹായം തേടുന്നത് ആ യഥാർത്ഥ സംഖ്യ മനസ്സിലാക്കാതെ, പെട്ടി മനസ്സിലാക്കിക്കൊണ്ട് പെട്ടി തുറക്കാതെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പെട്ടി കുത്തി തുറക്കുന്നതിന് തുല്യമാകുന്നു. There are some family doctors. ചില കുടുംബ വൈദ്യന്മാരുണ്ട്. They, those doctors personally look after the families, give them regular checkups, and if you are sick, immediately we think of them. കുടുംബ ഡോക്ടർമാർ, വൈദ്യന്മാർ, അവർ നിരന്തരമായി ആ കുടുംബത്തിലുള്ളവരെ വ്യക്തിപരമായി അവരെ പരിശോധിച്ച് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. But in the Bible we read that God wants to take that place. He wants to be our family doctor. എന്നാൽ തിരുവെഴുത്തിൽ ഇപ്രകാരം കാണപ്പെടുന്നു, ദൈവം ആ സ്ഥാനം ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കുടുംബ വൈദ്യനായി തീരുവാൻ അവൻ വാഞ്ചിക്കുന്നു. Let's turn to Genesis chapter 1. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ there you see creation. അവിടെ സൃഷ്ടിയെ നാം കാണുന്നു. The 6 days of creation are mentioned there. ആദ്യത്തെ 6 ദിവസമുള്ള സൃഷ്ടിപ്പിന്റെ പ്രവൃത്തിയെ നാം കാണുന്നു. So what is given there is viewing creation from outside the universe. God makes the stars, the sun, the moon, the earth, and so many things. You are viewing from far away. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ദൈവം പ്രപഞ്ചത്തിൽ ഒരു ഉന്നത സ്ഥാനത്ത് നിന്നുകൊണ്ട് അവൻ ഭൂമിയെ, ആകാശത്തെ, നക്ഷത്രങ്ങളെ, സൂര്യനെ, ചന്ദ്രനെ ഇതെല്ലാം നിർമ്മിച്ചു ഉണ്ടാക്കി എന്നുള്ള വിദൂര കാഴ്ചയാകുന്നു. That's called the floodlight view, viewing from far away. അത് ദീർഘമായി അല്ലെങ്കിൽ ദൂരദേശത്ത് നിന്ന് കാണുന്നത് പോലെ ഒരു കാഴ്ചപ്പാടാകുന്നു. And if you notice in chapter 1, നാം 1-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ the word God is mentioned in almost every verse. എല്ലാ വചനങ്ങളിലും, ഏകദേശം എല്ലാ വചനങ്ങളിലും തന്നെ ദൈവം എന്ന് എടുത്തെഴുതിയിരിക്കുന്നതായി നാം കാണുന്നു. Just take a glance at how many times that word God comes in every verse, and almost every verse it comes. നാം കാണുക, ഏകദേശം എല്ലാ വചനങ്ങളിലും ദൈവം എന്നൊരു വാക്ക് കാണുന്നു. That word God in Hebrew is Elohim. ആ ദൈവം എന്നുള്ള വാക്കിന് എബ്രായ ഭാഷയിൽ എലോഹിം എന്നാകുന്നു. But when you come to chapter 2, എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, from looking from far away, God zooms down to the Garden of Eden. ദൂരെ നിന്ന് ദൈവത്തിന്റെ ദൃഷ്ടികൾ ഏദൻ തോട്ടത്തിലേക്ക് ഏറ്റവും അടുക്കൽ ഉള്ളൊരു വസ്തുവിനെ പോലെ അത് ഏദൻ തോട്ടത്തിൽ ചെന്ന് പതിക്കുന്നു. He turns our focus from the whole universe to the planet Earth, to one spot on the planet Earth. That's called a spotlight view. It's the Garden of Eden. മുഴു പ്രപഞ്ചത്തിൽ നിന്ന് അവന്റെ ദൃഷ്ടി മാറി ഇപ്പോൾ ഭൂമി എന്ന ഒരു ഗ്രഹത്തിൽ അത് എത്തിച്ചേർന്നു. ആ ഭൂമിയിലുള്ള ഏദൻ തോട്ടത്തിലേക്ക് മാത്രം അവന്റെ കണ്ണുകൾ അതിവേഗമായി പതിച്ചുകൊണ്ടിരിക്കുന്നു. Why? എന്തുകൊണ്ട്? Because there is something that interests him very much. അവിടെയാകുന്നു ദൈവത്തിന്
താല്പര്യം ഉളവാക്കുന്ന ഒന്ന് കാണപ്പെടുന്നത്. That's where the heart of God is. അവിടെയാകുന്നു ദൈവത്തിന്റെ ഹൃദയം കാണപ്പെടുന്നത്. There are millions and millions and millions of stars that are millions and millions of times much bigger than the earth, but his view is on the earth in the Garden of Eden. ദശലക്ഷക്കണക്കിന് വലിപ്പമുള്ള, ഭൂമിയേക്കാൾ വലിപ്പമുള്ള ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. എന്നാൽ യഹോവയായ ദൈവത്തിന്റെ ദൃഷ്ടി അവയിൽ ഒന്നിലുമായിരുന്നില്ല, ഈ ഏദൻ തോട്ടത്തിലായിരുന്നു. But when you come to the chapter 2 and you come to the Garden of Eden, അങ്ങനെ രണ്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഏദൻ തോട്ടത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ, in chapter 1 you see God coming all the time. ഒന്നാം അധ്യായത്തിൽ അധികമായി ദൈവം 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 എന്ന വാക്കാകുന്നു ഉദ്ധരിച്ചിരിക്കുന്നത്. But in the second chapter from verse 4 onwards, when the view is on the Garden of Eden, you see the name of God is prefixed by another name, Lord God. From then onwards, throughout the chapter 2 until the end of chapter 3, from the Garden of Eden till the Garden of Eden scene changes, you see the word Lord God coming. എന്നാൽ രണ്ടാമത്തെ അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ അവസാന വാക്യം വരെയും നാം അല്പം പരിശോധിച്ചാൽ, ദൈവം എന്ന വാക്കിന് മുമ്പ് ഒരു വാക്ക് കൂടി ചേർത്ത് യഹോവയായ ദൈവം എന്നുള്ള പേരോടുകൂടി കാണപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. So like in Malayalam, the Lord God, that word Lord is a personal name for God. ആ യഹോവ എന്നത് നമ്മുടെ ദൈവത്തിനുള്ള ഒരു വ്യക്തിപരമായ നാമമാകുന്നു. I am a man. ഞാൻ ഒരു മനുഷ്യനാകുന്നു. He is also a man. ഇവനും ഒരു മനുഷ്യനാകുന്നു. But I have a personal name and he has a personal name. എനിക്കും തനിക്കും ഒരു വ്യക്തിപരമായ നാമമുണ്ട്. So God is the general name of God. It's Elohim, but he has a personal name, and that's what is written as Lord or Yehovah as in Malayalam. ദൈവത്തിന് എലോഹിം എന്ന വാക്കാകുന്നു നൽകിയിരിക്കുന്നത്. എന്നാൽ വ്യക്തിപരമായ നിലയിൽ യഹോവയ്ക്ക് the name Yehovah is given. യഹോവ ആ വ്യക്തിപരമായ നിലയിൽ യഹോവ എന്ന പേരാകുന്നു നൽകിയിരിക്കുന്നത്. Actually, when you look in the Hebrew word at this name Yehovah, ഈ യഹോവ എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ നാം ശ്രദ്ധിച്ചാൽ, the actual word is very difficult to pronounce. ആ ശരിയായ അതിന്റെ യഥാർത്ഥമായ പേര് ഉച്ചരിക്കുവാൻ തന്നെ ബുദ്ധിമുട്ടാകുന്നു. It has just 4 letters. അതിന് 4 അക്ഷരങ്ങളാകുന്നു ഉള്ളത്. One is the equivalent of Y. ഒന്ന് യാ എന്ന വാക്കിന് തുല്യമാകുന്നു. The other is the equivalent of H. അടുത്തത് ഹ എന്ന വാക്കിന് തുല്യമാകുന്നു. The third letter is the equivalent of W. അടുത്തത് വ എന്ന വാക്കിന് തുല്യമാകുന്നു. Fourth is again the equivalent of H. നാലാമത്തേത് വീണ്ടും ഹ എന്ന പദത്തിന് തുല്യമാകുന്നു. So what is to be noted is there are no vowels in that name. There are no vowels in that name. A, E, I, O, U. Those vowels are not there. അതിന്റെ അർത്ഥം അതിൽ A, E, I, O, U എന്നുള്ള ശബ്ദങ്ങൾ കാണുന്നില്ല. So how are you going to pronounce that name? Y, H, W, H. ആകയാൽ YHWH എന്നുള്ള ആ വാക്കിനെ എങ്ങനെ ഉച്ചരിക്കുവാൻ പോകുന്നു? That's why people are making a guesswork, like it's probably Yahweh or Yehovah and different names like that have come. അതുകൊണ്ടാകുന്നു ഊഹിച്ചുള്ള വാക്കുകൾ ജനങ്ങൾ ഉപയോഗിക്കുന്നത്, യാവേ അല്ലെങ്കിൽ യഹോവ എന്നുള്ള വാക്ക് അങ്ങനെ വന്നു ചേർന്നത്. So the actual name of God is difficult to pronounce, but when God is making man, he reveals himself by that name, Lord God, Lord God, Lord God. ആകയാൽ ദൈവത്തിന്റെ യഥാർത്ഥമായ നാമം ഉച്ചരിക്കുവാൻ തന്നെ പ്രയാസമാകുന്നു. എന്നാൽ വ്യക്തിപരമായ നിലയിൽ അതിനെ ഉച്ചരിക്കേണ്ടതിനായി യഹോവയായ ദൈവം എന്ന് ദൈവം തന്നെ ഇവിടെ അതിനെ പരിചയപ്പെടുത്തുന്നു. So that Lord is the personal name of our God. ആകയാൽ യഹോവ എന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിന്റെ പേരാകുന്നു. And in Exodus 15:26, God is telling the children of Israel, I am the Lord that healeth thee. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നാകുന്നു ദൈവം ഉദ്ധരിച്ചിരിക്കുന്നത്. So he's using his personal name there and saying, I must be your healer. I want to be your physician. I, Yehovah God. ആകയാൽ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന സത്യം, ഞാൻ നിന്റെ വ്യക്തിപരമായി നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു, ഞാൻ നിന്റെ യഹോവയാകുന്നു. So we see that God has written very clearly in the Bible that he wants to be our healer. The truth of divine healing is there in the Bible. The mind of God is there, but it's not as explicit as we expect, and I told you the reason why.
അപ്പോൾ ദൈവം നമ്മെ സൗഖ്യമാക്കുന്ന യഹോവയായി തിരുവെഴുത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ഇത് ഈ ദൈവിക രോഗശാന്തി എന്ന സത്യം പൂർണ്ണമായി അത് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. ദൈവം ഇങ്ങനെ നേരിട്ടുള്ള അവസ്ഥയിൽ താൻ സൗഖ്യമാക്കുന്നു എന്ന് ഇതിൽ നമ്മെ വെളിവാക്കുന്നു. But he has written it in a hidden manner, and I told you the reason why. എന്നാൽ അവനതൊരു മറഞ്ഞിരിക്കുന്ന വിധത്തിലാകുന്നു ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ കാരണം ഞാൻ മുമ്പേ പറഞ്ഞുവല്ലോ. Now we will answer the second question. ഇനിയും രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, Has not medicine come from the wisdom that God has given human beings? ഈ ഔഷധം അല്ലെങ്കിൽ മരുന്നെന്നത് ദൈവം തന്റെ ജ്ഞാനം മനുഷ്യന് നൽകിയതിൽ നിന്ന് ഉണ്ടാക്കിയതല്ലേ? So what is wrong with medicine? God gave man wisdom, man found medicine, we are using medicine. What's wrong with that? ദൈവം മനുഷ്യന് ജ്ഞാനം നൽകിക്കൊണ്ട് അവൻ അതുകൊണ്ട് ആ മനുഷ്യൻ മരുന്നുകൾ ഔഷധങ്ങൾ കണ്ടുപിടിക്കുന്നു. ആ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താകുന്നു തെറ്റ്? We will analyze that question now. ആ ചോദ്യത്തെ നമുക്ക് അല്പം It's പരിശോധിക്കാം. true that God gave man wisdom, ദൈവം ആകുന്നു മനുഷ്യന് ജ്ഞാനം നൽകുന്നത് എന്നത് സത്യം തന്നെ. but everything that man does using his wisdom should not be associated with God. എന്നാൽ മനുഷ്യൻ തന്റെ ജ്ഞാനം കൊണ്ട് ചെയ്യുന്നതെല്ലാം ദൈവത്തോട് ബന്ധമുണ്ടായിരിക്കണമെന്നില്ല. God made man with wisdom, man made medicine, so God made medicine. You can't put that equation there. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, മനുഷ്യൻ മരുന്നിനെ ഉണ്ടാക്കി, അപ്പോൾ ദൈവമാകുന്നു മരുന്നിനെ ഉണ്ടാക്കി എന്നുള്ള നിർവചനം നമുക്ക് നൽകുവാൻ കഴിയുകയില്ല. God made man with wisdom, man made computer viruses, say for God made computer viruses. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, മനുഷ്യർ കമ്പ്യൂട്ടർ വൈറസുകളെ ഉണ്ടാക്കി. അങ്ങനെയെങ്കിൽ ദൈവമാകുന്നു കമ്പ്യൂട്ടർ വൈറസുകളെ ഉണ്ടാക്കിയത്. God made man with wisdom, man used that wisdom to make atom bombs, so God made atom bombs. ദൈവം മനുഷ്യന് ജ്ഞാനത്തെ നൽകി അവനെ ഉണ്ടാക്കി, ആ മനുഷ്യൻ ആറ്റം ബോംബുകളെ ഉണ്ടാക്കി. അങ്ങനെയെങ്കിൽ ദൈവമാകുന്നുവോ ആറ്റം ബോംബുകളെ നിർമ്മിച്ചത്? So we can't say that so God made medicine. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവം ആകുന്നു മരുന്ന് ഉണ്ടാക്കിയതെന്ന് നമുക്ക് തീർത്ത് പറയുവാൻ കഴിയില്ല. I want to go one step further to tell you that medicine is not the discovery of man, it's the discovery of the devil. ഈ ഔഷധം എന്നത് ഒരു മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, അത് പിശാചിന്റെ കണ്ടുപിടുത്തമാണെന്ന് ഞാൻ ഒരു പടി കൂടി കടന്നു പറയട്ടെ. I want to tell you a little about medical history. ആ വൈദ്യശാസ്ത്രപരമായ ചരിത്രത്തെ പറ്റി അല്പം നിങ്ങളോട് പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു. A doctor called Dr. Vernon Coleman made this statement. ഡോക്ടർ വേർണർ കോൾമാൻ എന്ന വ്യക്തി ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തുവാനിടയായി. He said that doctors who are practicing medicine are in fact practicing a black art. താൻ ഇപ്രകാരം പറയുവാൻ ഇടയായി, ഇങ്ങനെ ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പഠിക്കുന്നവർ, അത് പരിശീലിക്കുന്നവർ ഒരു കറുത്ത ഒരു കലയാകുന്നു അവർ പഠിക്കുന്നത്. A doctor is making this statement. ഒരു ഡോക്ടർ തന്നെ ആകുന്നു ഈ പറഞ്ഞത്. Doctors who are practicing medicine do not realize, or they are trying to hide the fact that they are practicing a black art, that means a demonic art. വൈദ്യശാസ്ത്രം പരിശീലിക്കുന്നവർ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ടാകുന്നു ചെയ്യുന്നത്. അവർ ഒരു കറുത്തതായ അല്ലെങ്കിൽ പൈശാചികമായ ഒരു കലയാകുന്നു അഭ്യസിക്കുന്നത്. So this doctor is associating medicine with the devil. ആകയാൽ ഈ വൈദ്യന്മാർ പിശാചുമായി സംബന്ധപ്പെട്ട ഔഷധങ്ങളുമായിട്ടാകുന്നു അവർ അഭ്യസിക്കുന്നത്. I'll give you certain other evidences. മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി നിങ്ങൾക്ക് നൽകാം. In about the 2nd or 3rd century AD, AD 2 3 നൂറ്റാണ്ടിൽ in the area in Greece and Rome, ഗ്രീക്കിലും റോമിലുമുള്ള ചില ഭാഗങ്ങളിൽ there was a magician called Asclepius. അവിടെ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. ആസ്ക്ലോപ്പിയസ് എന്നായിരുന്നു തന്റെ പേർ. He had healing powers. തനിക്ക് സൗഖ്യമാക്കുന്ന മന്ത്രശക്തി ഉണ്ടായിരുന്നു. When he died, എന്നാൽ താൻ മരിച്ചപ്പോൾ he was deified, he was made into a god, and they made temples in his name. തന്നെ അവർ ഒരു ദൈവമായി വാഴിച്ചു. തന്റെ പേരിൽ അവർ അവിടെ ഒരു ക്ഷേത്രം പണിതു. So there were priests of Asclepius. അപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ആസ്ക്ലോപ്പിയസിന്റെ പുരോഹിതന്മാരുണ്ടായിരുന്നു. There were temples of Asclepius. ആസ്ക്ലോപ്പിയസിന്റെ നാമത്തിലുള്ള അനേക ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. There were beds in the temple where sick people went and lay down. അവിടെ അനേകം കിടക്കകൾ ഉണ്ടായിരുന്നു. രോഗികൾ ചെന്ന് അവിടെ കിടക്കുമായിരുന്നു. And in their dreams they were visited by Asclepius or by his priests. Certain remedies were prescribed,
and in the morning some of them would get up and go healed. അങ്ങനെ അവർ രോഗികളായിരിക്കുന്നവർ പോയി അവിടെ കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ ഈ മന്ത്രവാദിയായി മരിച്ച ആസ്കിലോപ്പിയസോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള പുരോഹിതന്മാരോ സ്വപ്നങ്ങളിൽ കൂടി കടന്നു വന്ന് രോഗശമനത്തിനുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും രാവിലെ അവരിൽ ചിലർ സൗഖ്യമായി പോവുകയും ചെയ്യുക പതിവായിരുന്നു. So just keep this in mind. എന്നാൽ അതുകൊണ്ട് ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. Now if you look at the Encyclopedia Britannica that describes so many things, അനേക കാര്യങ്ങളെ പറ്റി വിശദമായി വിവരിക്കുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന വലിയ പുസ്തകത്തിൽ നാം നോക്കിയാൽ in the history of medicine, മരുന്നിനെ പറ്റിയുള്ള ചരിത്രം പരിശോധിച്ചാൽ, if you look under Greece, ഗ്രീസ് എന്ന ആ പദത്തിന്റെ താഴെ, രാജ്യത്തിന്റെ താഴെ നാം നോക്കിയാൽ this history of Asclepius is mentioned there. ഈ ആസ്കലോപ്പിയസിന്റെ ചരിത്രം അവിടെ പറഞ്ഞിട്ടുണ്ട്. There is a sentence, a very strange sentence. അവിടെ വളരെ വ്യത്യസ്തമായ വിഭിന്നമായ ഒരു വാചകം നമുക്ക് കാണാം. It's not I'm saying it, the Encyclopedia Britannica, which defines so many things which everybody looks to as authentic, is saying about the temple of Asclepius, these temples are hospitals. There's a statement like that. ഇത് ഞാൻ പറയുന്നതായ കാര്യമല്ല, ലോകത്തെ എല്ലാ വിജ്ഞാനികളും ഒരുപോലെ പരിശോധിക്കുന്ന എൻസൈക്ലോപീഡിയ എന്ന പുസ്തകത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാകുന്നു ഈ ആരാധന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആശുപത്രികൾ എന്നൊരു വാചകം അവർ അതിൽ എഴുതിയിരിക്കുന്നു. And the sentence above that says it says that the transition from magic to science, about medicine it is said, the transition, the movement from magic to science took many centuries. അതിന്റെ മുകളിലത്തെ വാചകം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മന്ത്രവാദത്തിൽ നിന്ന് ശാസ്ത്രത്തിലേക്കുള്ള പരിണാമം അനേക നാളുകൾ കൊണ്ട് സംഭവിക്കുന്നു. The transition from magic, first medicine was magic, then it slowly became a science. It took many years to change that. ആദ്യം മരുന്ന് എന്നത് ഒരു മന്ത്രവാദമായിരുന്നു, എന്നാൽ അതിൽ നിന്ന് ശാസ്ത്രമായി മരുന്ന് മാറി. അതിന് അനേക വർഷങ്ങൾ തന്നെ വേണ്ടി വന്നു എന്നവിടെ നാം കാണുന്നു. So the Encyclopedia Britannica states that medicine moved from magic to science. ആകയാൽ യഥാർത്ഥമായി പരിശോധിക്കപ്പെടേണ്ടുന്ന ഈ എൻസൈക്ലോപീഡിയ പുസ്തകം തന്നെ ഇപ്രകാരമാകുന്നു പറയുന്നത്: മരുന്നെന്നത് ഒരു കാലത്ത് മന്ത്രവാദമായിരുന്നു, അതിനെ ഇപ്പോൾ ശാസ്ത്രമായി മാറ്റിയിരിക്കുന്നു. There are many things to say, but I don't want to insert everything here. അനേക കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയുവാനുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല. I hope you remember the name of that god Asclepius. ആസ്കിലോപ്പിയസ് എന്ന ദൈവത്തിന്റെ പേർ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. How many of you have seen a symbol like this? നിങ്ങളിൽ എത്ര പേർ ഇങ്ങനെ ഒരു ചിഹ്നം, അടയാളം നിങ്ങൾ കണ്ടിട്ടുണ്ട്? There's a stick like this and there's a snake that wander around that stick. ഒരു കോൽ കാണുന്നു, ആ കോലിന് അല്ലെങ്കിൽ വടിക്ക് ചുറ്റും ഒരു പാമ്പ് ചുറ്റിയിരിക്കുന്നു. How many of you have seen that? ഇത് എത്ര പേർ കണ്ടിട്ടുണ്ട്? Most of us would have seen it in hospitals, in ambulance vans, in doctor seals and so on. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഏകദേശം എല്ലാവരിലും അനേകരും തന്നെ ആശുപത്രികളിൽ, ആംബുലൻസ് വാനുകളിലും മറ്റ് മെഡിക്കൽ സ്റ്റോറുകളിലും എല്ലാം ഈ ചിഹ്നം കണ്ടിട്ടുണ്ട്. Most of us assume that it's the serpent which Moses lifted up in the wilderness. എന്നാൽ നമ്മൾ അനേകരും ചിന്തിക്കുന്നത് മോശെ മരുഭൂമിയിൽ ഉയർത്തിയ ആ സർപ്പമായിരിക്കും അതെന്നാകുന്നു. It's not that serpent. എന്നാൽ ഇത് ആ സർപ്പമല്ല. That stick is called the staff of Asclepius. ആ കോലിന്റെ പേർ എന്നത് ആസ്കിലോപ്പിയസിന്റെ വടി എന്നാകുന്നു. So it's nothing to do with Moses. അത് മോശയുമായി യാതൊരു ബന്ധവുമില്ല. It's nothing to do with that brazen serpent. We just assume and connect the two, that's all. അത് താമ്ര സർപ്പവുമായി യാതൊരു ബന്ധവുമില്ല. നാം നമ്മുടെ ചിന്തയിൽ ഒരുപക്ഷെ അങ്ങനെ ഊഹിച്ച് പോകുന്നതായിരിക്കാം. The word Asclepius means snake. ആസ്കിലോപ്പിയസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സർപ്പം എന്നാകുന്നു. So medicine started with magic and became a science. ആകയാൽ മരുന്ന്, ഔഷധം തുടങ്ങിയത് മന്ത്രവിദ്യയിലാകുന്നു, അതിപ്പോൾ ശാസ്ത്രത്തിൽ എത്തി നിൽക്കുന്നു. Then why didn't they remove that symbol? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അവർ ആ അടയാളം, ചിഹ്നം ഇതുവരെയും മാറ്റിയിട്ടില്ല? Is it still a black art like that Dr. Vernon Coleman said? ആ ഡോക്ടർ വേർണൻ പറഞ്ഞതുപോലെ ഇപ്പോഴും അതൊരു കറുത്ത കല ആയതുകൊണ്ടാകുന്നുവോ? Listen to one more thing. ഒരു കാര്യത്തിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. When our children finish their degrees, there is what is called an investiture ceremony, where they stand in a big hall and their names are called out. They put on their coats and caps and they get their degree certificates. നമ്മുടെ കുഞ്ഞുങ്ങൾ
ബിരുദം പ്രാപിക്കുമ്പോൾ അവർക്ക് അത് ആ ബിരുദം കൊടുക്കുന്നതായ ഒരു ചടങ്ങുണ്ട്. അവർ കോട്ടുകളെല്ലാം ഇട്ടുകൊണ്ട് അവരെ ആദരിക്കുന്നതായ, അവർക്ക് മെഡൽ നൽകുന്നതായ ആ ചടങ്ങ് പോലെ. In the same way, when doctors get their doctor's degree, there is a ceremony. അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് അവർ ഡോക്ടറായി എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ചടങ്ങ് നടക്കും. There the doctors take an oath. Every doctor. അവിടെ ഓരോ ഡോക്ടർമാരും ഒരു പ്രതിജ്ഞ വാചകം ചൊല്ലേണ്ടിയിരിക്കുന്നു. Of course you can get that certificate without attending that meeting, but doctors take that oath. ആ കൂട്ടത്തിൽ ചടങ്ങിൽ പങ്കെടുക്കാതെ തന്നെ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് സ്വീകരിപ്പാൻ കഴിയും. എന്നാൽ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ അവർ നിർബന്ധമായും ഉച്ചരിക്കേണ്ടുന്ന ഒരു പ്രതിജ്ഞാവാചകമുണ്ട്. What is that? അതെന്താകുന്നു? It starts like this. It's a big thing, but it starts like this. അതൊരു വലിയ അനേക വാചകങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെയാകുന്നു അത് തുടങ്ങുന്നത്. I swear by Apollos the physician, and by Asclepius, and by all the gods and goddesses, and then many other things. ഞാൻ പ്രതിജ്ഞയിടുന്നു അപ്പൊല്ലോസ് എന്ന ദേവനാലും ആസ്കെലോപ്യസ് എന്ന ദൈവത്താലും ഞാൻ പ്രതിജ്ഞയിടുന്നു എന്ന് പറഞ്ഞാകുന്നു ഇത് തുടങ്ങുന്നത്. And by all the gods and goddesses. മറ്റെല്ലാ ദേവന്മാരെയും ദേവതകളെയും അവരുടെ പേർ ചൊല്ലി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. So it's moved on to science, but the gods and goddesses are still sticking on in their oaths. മരുന്നെന്നത് ശാസ്ത്രത്തിലേക്ക് മാറിക്കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും ആ മന്ത്രവാദികളും ദേവന്മാരും ദേവതകളും അവരുടെ പേരിൽ നിന്നുകൊണ്ടിരിക്കുന്നു. The symbols are still staying there. ഇപ്പോഴും അടയാളങ്ങൾ അതേപോലെ കാണപ്പെടുന്നു. So don't say that God gave man medicine, wisdom, and man has found that wisdom. There's a lot of demonic other god stuff in that medicine. ആകയാൽ ആരും ദൈവം മനുഷ്യന് ജ്ഞാനം നൽകിയതുകൊണ്ട് ആ മനുഷ്യൻ മരുന്നുണ്ടാക്കിയെന്ന് പറയുകയല്ല വേണ്ടത്. മനുഷ്യനല്ല, ഇതിന്റെ പുറകിൽ അനേക ദുഷ്ടാത്മാവിന്റെ പൈശാചിക ശക്തികൾ ഇതിന് പിന്നിലുണ്ട്. Now if really God was involved in medicine, medicine should have advanced lots today, isn't it? അങ്ങനെ ഒരുപക്ഷെ ദൈവം ഈ മരുന്നിൽ കൈകടത്തിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ദൈവമാണ് മരുന്നിനെ നിർമ്മിച്ചതെങ്കിൽ ഈ മരുന്ന് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ഇത്രയേറെ അല്ല എത്രയോ അധികമായ കാതലായ മാറ്റങ്ങൾ വന്ന് അധികം പുരോഗതിയിൽ ചേരാമായിരുന്നു. I told you of an Egyptian book in the early days. ഞാൻ അല്പം മുൻപ് പറഞ്ഞുവല്ലോ മിസ്രൈമിൽ ഉണ്ടായിരുന്ന ഒരു വൈദ്യശാസ്ത്രപരമായ പുസ്തകത്തെ പറ്റി. For different kinds of diseases they had different kinds of medicines. പലവിധമായ രോഗങ്ങൾക്ക് പലവിധമായ ഔഷധങ്ങൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. I'll just tell you some of the medicines. അതിൽ ചില മരുന്നുകൾ മാത്രം ഇപ്പോൾ പറയട്ടെ. One medicine was fat from snakes. ഒരു മരുന്ന് എന്നത് പാമ്പിൽ നിന്നെടുക്കുന്ന അതിന്റെ കൊഴുപ്പാകുന്നു. Another medicine was sweat from pigs' ears. അടുത്തത് പന്നിയുടെ കാതിൽ നിന്നുള്ള വിയർപ്പാകുന്നു. Another medicine was crocodile's blood. മറ്റൊരു മരുന്ന് മുതലയുടെ രക്തമാകുന്നു. Another medicine was the dung of flies. അടുത്തത് ഈച്ചകളുടെ എല്ലാം കാഷ്ടങ്ങളാകുന്നു. Just imagine the Egyptians took medicine, all these things as medicine. ഇതിനെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. മിസ്രൈമിയർ ഇങ്ങനെയുള്ള ജീവികളിൽ നിന്നാകുന്നു മരുന്നായി ഉത്ഭവിച്ച് എടുത്തത്. One doctor said the poor Egyptians died more by the medicines than by sicknesses. ഒരു ഡോക്ടർ പ്രകാരം പറയുവാനിടയായി തീർന്നു, പല പാവപ്പെട്ട മിസ്രൈമിയരും ഇങ്ങനെയുള്ള മരുന്നിനാലാകുന്നു മരിച്ചത്, അല്ലാതെ അവർക്കുണ്ടായ രോഗങ്ങളാലല്ല. Has medicine improved today? അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ന് മരുന്ന് പുരോഗമിച്ചിട്ടുണ്ടോ? I will tell you some of the ingredients of today's modern medicines. ഇന്നത്തെ ചില ആധുനിക ഔഷധങ്ങളിൽ ചേർത്തിരിക്കുന്ന വസ്തുക്കളെ പറ്റി അല്പം പറയുവാൻ ആഗ്രഹിക്കുന്നു. There are some medicines like Hemopure, Orimmune, so many medicines, so many names that you can't get with you can't pronounce right. ഹീമോപ്യൂർ, ഇങ്ങനെയുള്ള ചില നമുക്ക് ഉച്ചരിക്കുവാൻ പ്രയാസമാകുന്ന ചില വാക്കുകളുള്ള അനേക ഔഷധങ്ങളുണ്ട്. Today's medicines, അതെല്ലാം ഇന്നത്തെ കാലത്തെ ഔഷധങ്ങളാകുന്നു. There is one medicine made of cow's blood. ചില മരുന്നുകൾ ഔഷധങ്ങൾ പശുവിന്റെ രക്തത്തിൽ നിന്ന് എടുത്തതാകുന്നു. There is one medicine that is made of snail's poison. ചിലത് ഒച്ചിന്റെ വിഷത്തിൽ നിന്ന് എടുത്തതായ മരുന്നുകളുണ്ട്. There is one medicine made of monkey's kidneys. ചില കുരങ്ങുകളുടെ വൃക്കകളിൽ നിന്ന് എടുത്ത ചില ഔഷധങ്ങളുണ്ട്. There is one medicine which is made of mouse's urine. എലികളുടെ മൂത്രത്തിൽ നിന്നുണ്ടാക്കിയ ചില മരുന്നുകളുണ്ട്. There is one medicine that is made of cells taken from a pig's stomach.
ഒരു പന്നിയുടെ കോശത്തിൽ നിന്ന് എടുത്ത അങ്ങനെയുള്ള പ്രത്യേക മരുന്നുകളുണ്ട്. There is one medicine that is taken from a very poisonous lizard. The poison is the medicine. In US, that lizard is in US and Mexico. The poison is the medicine. അമേരിക്കയിലും മെക്സിക്കോയിലും കാണുന്ന വളരെ വിഷം നിറഞ്ഞതായ ഒരു പല്ലിയിൽ നിന്നെടുത്ത ആ വിഷം തന്നെയാകുന്നു നേരിട്ട് മരുന്നായി ഉപയോഗിക്കുന്നത്. There is one medicine that is the urine of a pregnant female horse. ഒരു ഗർഭിണിയായ പെൺ കുതിരയുടെ മൂത്രത്തിൽ നിന്ന് എടുത്തതായ മരുന്നുകളുണ്ട്. There is one medicine that is a leech's spit, saliva. ഒരു അട്ടയുടെ തുപ്പലിൽ നിന്ന് എടുത്തതായ മരുന്നുകളുണ്ട്. So some of you all will be, asking a question like this: why is brother saying all this indecent stuff in a Sunday service? ചിലർ ഇപ്രകാരമെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഞായറാഴ്ച ആരാധനയിൽ ഈ സഹോദരൻ എന്തിനാണ് ഇങ്ങനെ വൃത്തിഹീനമായ കാര്യങ്ങൾ സംസാരിക്കുന്നത്? Because you people are putting it in your mouth. I am telling you not to do it. നിങ്ങൾ അത് നിങ്ങളുടെ വായിൽ ഇടുന്നത് കൊണ്ട് അത് ചെയ്യാതിരിക്കേണ്ടതിനാകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ട് പറയുന്നത്. Because it comes in very, very beautiful package, silver packet. Very good designs. You don't know what you're putting inside your mouth. That's why I'm telling you. വളരെ നല്ല ആകൃതിയിൽ നല്ല വെള്ളി നിറങ്ങളുള്ള പാക്കറ്റുകളാകുന്നു ഇതിപ്പോൾ കടന്ന് മാർക്കറ്റിൽ വരുന്നത്. അത് നിങ്ങൾ അനുഭവിക്കുന്നു, അത് ചെയ്യാതിരിക്കേണ്ടതിനാകുന്നു അതിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നത്. Is this God's wisdom? ഇത് ദൈവത്തിന്റെ ജ്ഞാനമോ? Is this coming from God? ഇത് ദൈവത്തിൽ നിന്ന് വന്നതോ? Has there been any improvement? What was dirty in Egypt is still given as medicines in modern medicine. മിസ്രയീമിൽ ഒരു നാളിൽ വൃത്തിഹീനമായി കാണപ്പെട്ടത് ഇന്നും മരുന്നായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതമില്ലേ? Even today, just like that Egyptian book, there is a book in America. It's called the Physician's Desk Reference, PDR. It's a thick book with 2,000 pages of different kinds of medicines and its uses. 2000 പേജുള്ള ഇന്നും അമേരിക്കയിൽ അന്ന് മിസ്രയീമിൽ ഉണ്ടായിരുന്നത് പോലെ എല്ലാ വൈദ്യന്മാരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്ന ഒരു വലിയ പുസ്തകമുണ്ട്. Doctors know about it. അതിനെപ്പറ്റി വൈദ്യന്മാർക്കെല്ലാം അറിയാം. But listen to this. എന്നാൽ ഇതിനെ കൂടി ശ്രദ്ധിക്കുക. In that 2000 pages, ആ 2000 പേജുകളുള്ള പുസ്തകത്തിൽ today it might be more because it keeps getting updated every year. ഇന്ന് അത് അധികം പേജായിരിക്കും, കാരണം ഓരോ ദിവസം അനേക വിദ്യകൾ കൂടി വരുന്നുവല്ലോ. But in that 2000 pages, എന്നാൽ ആ 2000 പേജുകളിൽ only 150 pages will give you the good things that medicine does. മരുന്ന് നമ്മുടെ ശരീരത്തിൽ പ്രയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നന്മയെ പറ്റി വെറും 150 പേജ് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. The remaining 1850 pages are about the side effects of medicine and the dangers of medicine when you try to, it's called interaction, when you bring two medicines together and use them together in their body, what will happen? The remaining 1850 pages is about all this. ബാക്കി 1850 പേജുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മരുന്നുകൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് രണ്ട് മരുന്നുകൾ ചേർന്ന് ഒരുപോലെ ഉപയോഗിച്ചാലുള്ള പാർശ്വഫലത്തെ പറ്റിയാകുന്നു പ്രതിപാദിച്ചിരിക്കുന്നത്. We all know about illegal drugs that many youngsters use, as injections and cigarettes and so on. നിയമത്തിന് വിരോധമായി ചില യൗവനക്കാർ ഉപയോഗിക്കുന്നതായ മയക്കുമരുന്നുകളെ പറ്റി നമുക്കറിയാം. Marijuana, cocaine, so many illegal drugs, it kills you. കൊക്കൈൻ, മാരിയോന എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്ന മയക്കുമരുന്നുകൾ കൊല്ലുവാൻ ഇടയാകും. But here is one truth. എന്നാൽ ഇവിടെയും ഒരു സത്യമുണ്ട്. More people die in every year, more people die of legal drugs, medicines, than illegal drugs. എന്നാൽ അധികം ജനങ്ങൾ എല്ലാ വർഷാവർഷവും മരിക്കുന്നത് നിയമാനുസൃതമായ മരുന്നുകൾ ഉപയോഗിച്ചിട്ടാകുന്നു, അല്ലാതെ നിയമവിരോധമായ ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടല്ല. There is something called the Journal of the American Medical Association in America. അമേരിക്കയിൽ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു കൂട്ടായ്മ, ഒരു പുസ്തകമുണ്ട്. ഒരു journal, it's a periodical, it released every now and then. അതൊരു മാസിക പോലെ മാസങ്ങളിൽ ഇടയ്ക്കിടെ വരുന്നതാകുന്നു. It's written there, every year in America 106,000 patients, hospitalized patients, die of drugs, not of sickness, not just simply dying in hospital, dying because of medication, because they gave medicines, dying by giving medicines. അതിൽ ഇപ്രകാരം ഒരു പ്രധാനപ്പെട്ട കാര്യം എഴുതിയിരിക്കുന്നു. എല്ലാ വർഷവും അമേരിക്കയിൽ 106,000 പേർ രോഗം കൊണ്ടല്ല, മറിച്ച് അവർക്ക് കൊടുക്കപ്പെടുന്ന മരുന്നിന്റെ പാർശ്വഫലം കൊണ്ട് അവർ കൊല്ലപ്പെടുന്നു. What is the fourth leading cause of death in America, അമേരിക്കയിലുള്ള മരണത്തിന്റെ 4ാമത്തെ പ്രധാന കാരണം എന്തെന്ന് നിങ്ങൾക്കറിയാമോ? I don't know what the first 3 are. ആദ്യത്തെ 3 എന്തെന്ന് എനിക്കറിയില്ല. Maybe cancer, maybe plane crashes, don't know.
ഒരുപക്ഷെ അർബുദവ്യാധിയോ അല്ലെങ്കിൽ വിമാന അപകടങ്ങളോ ഒക്കെ ആയിരിക്കാം. But the fourth leading cause for death in America is medicine. എന്നാൽ അമേരിക്കയിലുള്ള മരണത്തിന്റെ നാലാമത്തെ പ്രധാന കാരണം എന്തെന്നാൽ അത് കൊടുക്കപ്പെടുന്ന ഔഷധമാകുന്നു. So we can go on and like this just to prove that medicine is not from God. It's not from the wisdom that God gave man. It's from the devil. It's such a big pathetic failure. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ മരുന്ന് ഔഷധം എന്നത് മനുഷ്യൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ദൈവം മനുഷ്യന് കൊടുത്ത ജ്ഞാനത്താൽ കണ്ടുപിടിച്ചതല്ല. അത് പൈശാചികമാവുന്നു, വളരെ ശോചനീയമായ നിലയിലുള്ളതാകുന്നു. Now we go to the third question. ഇപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നാം കടന്നു വന്നാൽ, what is wrong with taking medicine and trusting in God? മരുന്നെടുക്കുകയും അതേസമയം ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്താലുള്ള കുഴപ്പം എന്താകുന്നു? It's very convenient for us, isn't it? അതല്ലയോ നമുക്ക് ഏറ്റവും സൗകര്യപ്രദം? We can be lazy in faith and try the best of the two, isn't it? Any one will save us. നമുക്ക് വിശ്വാസത്തിൽ അല്പം കുറവുണ്ടായിരുന്നാലും ശരിയായ മരുന്നുകൾ ഉപയോഗിച്ചാൽ രക്ഷപ്പെടാമല്ലോ. ഇതിലേതേലും ഒന്ന് ശരിയായാൽ മതിയല്ലോ. One thing we must understand. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കുക, those who take medicine won't go to hell. മരുന്ന് ഉപയോഗിക്കുന്നവർ നരകത്തിൽ പോവുകയില്ല. But when Jesus comes we won't go. എന്നാൽ യേശു വന്നാൽ എടുത്തുകൊള്ളപ്പെടുകയില്ല. Why? എന്തുകൊണ്ട്? Because this body is going to be transformed. ഈ ശരീരം രൂപാന്തരപ്പെടേണ്ടതാകുന്നു. It is called in science there is a term called metamorphosis. ശാസ്ത്രത്തിൽ പരിണാമ വിധേയം എന്ന ഒരു സംഭവം, ഒരു വസ്തുതയുണ്ട്. That means one creature gets transformed into a different creature. A drastic change takes place. അതിന്റെ അർത്ഥം ഒരു ജീവി വളരെ വിപുലമായ ഒരു മാറ്റത്തിലൂടെ അതിന്റെ ആകൃതിക്ക് തന്നെ രൂപഭേദം വരിക എന്നാകുന്നു. For example, a tadpole becoming a frog. ഉദാഹരണത്തിന് ടാഡ്പോൾ എന്ന ഒരു പുഴു ഒരു തവളയായി രൂപാന്തരം പ്രാപിക്കുന്നു. A caterpillar becoming a butterfly. ഒരു പട്ടുനൂൽ പുഴു ഒരു ചിത്രശലഭമായി രൂപാന്തരപ്പെടുന്നു. This is called metamorphosis in science. ഇതാകുന്നു മെറ്റമോർഫിസിസ് അല്ലെങ്കിൽ പരിണാമ വിധേയമായിരിക്കുന്ന ഒരു വസ്തുത. Let me tell you something that might surprise you. ഒരുപക്ഷെ നിങ്ങളെ ആശ്ചര്യമുളവാക്കുന്ന മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. In New Jerusalem, പുതിയ യെരുശലേമിൽ there are no human beings. അവിടെ മനുഷ്യ ജീവികളില്ല. Again I'm telling you, in New Jerusalem there are no human beings. വീണ്ടും ഞാൻ പറയട്ടെ, പുതിയ യെരുശലേമിൽ ഒരു മനുഷ്യ ജീവിയുമില്ല. You know why? എന്തുകൊണ്ടെന്ന് അറിയാമോ? If you go to New Jerusalem, you are not going to be a human being. We are not going to go there as human beings. We are going to be transformed. We will become sons of God, not human beings. നാം പുതിയ യെരുശലേമിൽ പോകുന്നുവെങ്കിൽ മനുഷ്യ ജീവികളായിട്ടല്ല അവിടെ പോകുന്നത്, മറിച്ച് ദൈവപുത്രന്മാരായി ഒരു വ്യക്തമായ ഭാവഭേദം രൂപാന്തരം ഉണ്ടായിട്ടായിരിക്കും അവിടെ പോകുന്നത്. When a butterfly is flying, ഒരു ചിത്രശലഭം പറക്കുമ്പോൾ, hey, there's a caterpillar flying. You don't say that. ഒരു പുഴു പറന്നു പോകുന്നതെന്ന് ആരും പറയുകയില്ലല്ലോ. We say a butterfly is flying. അതെ, ചിത്രശലഭം തന്നെ ആകുന്നു പറക്കുന്നത്. In the same way we are all going to be transformed into sons of God. അതേ വിധത്തിൽ നാം എല്ലാവരും ദൈവപുത്രന്മാരായി രൂപാന്തരപ്പെടുവാൻ പോകുന്നു. If you turn to 2 Corinthians chapter 3 and read verse 18. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാൽ, you read there about this transformation that's going to take place in us. അവിടെ നമുക്ക് സംഭവിക്കുവാൻ പോകുന്ന ആ രൂപാന്തരത്തെ പറ്റി നാം അവിടെ വായിക്കുന്നു. Read that verse, please. ആ വാക്യം വായിക്കാം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. But we all with open face, beholding as in a glass the glory of the Lord, are changed into the same image from glory to glory, even as by the Spirit of the Lord. Here we read of transformation. ഇവിടെ ഒരു രൂപാന്തരത്തിന്റെ പ്രക്രിയയെ പറ്റി നാം വായിക്കുന്നു. We are changed from glory to glory. നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു. So when Jesus comes, we are all going to be changed. ആകയാൽ യേശു വരുമ്പോൾ നാം എല്ലാവരും ഒരു മാറ്റം നമ്മിൽ സംഭവിക്കുന്നു. You know what is the Greek word for that changed, for that transformation there? ആ മാറ്റം അല്ലെങ്കിൽ രൂപാന്തരം എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിലുള്ള വാക്ക് എന്താകുന്നു എന്ന് അറിയാമോ? മെറ്റമോർഫോ എന്നാകുന്നു. So what happened to a tadpole becoming a frog, what happened to a caterpillar becoming a butterfly is going to happen to us when we become sons of God. Metamorphosis. ഒരു ടാഡ്പോൾ തവളയായി മാറുന്നതും
ഒരു പട്ടുനൂൽ പുഴു അത് ചിത്രശലഭമായി മാറുന്നതും പോലെ വലിയൊരു രൂപാന്തരമാകുന്നു ഇപ്പോൾ മനുഷ്യജീവളായിരിക്കുന്ന നാം ദൈവപുത്രന്മാരായി അന്ന് രൂപാന്തരപ്പെടുവാൻ പോകുമ്പോൾ സംഭവിക്കുന്നത്. But for a tadpole to become a frog and for a caterpillar to become a butterfly, it needs a time duration. അത് നാം കണ്ടതുപോലെ ഒരു ടാഡ്പോൾ എന്ന പുഴുവിന് തവളയായി മാറേണ്ടതിന് അല്ലെങ്കിൽ ഒരു പട്ടുനൂൽ പുഴുവിന് ചിത്രശലമായി മാറേണ്ടതിന് ചില സമയ കാലഘട്ടമുണ്ട്. But we are going to be transformed, metamorphosed in a moment, in the twinkling of an eye. 1 second we are human beings. In the next second we are sons of God. എന്നാൽ മനുഷ്യരായിരിക്കുന്ന നാം രൂപാന്തരപ്പെടുക അല്ലെങ്കിൽ മെറ്റമോർഫസ് എന്ന പ്രക്രിയ നമ്മിൽ സംഭവിച്ച് നാം ദൈവപുത്രന്മാരായി തീരുന്നത് ഒരു ക്ഷണത്തിലാകുന്നു. ഒരു നിമിഷത്തിൽ നാം മനുഷ്യജീവികൾ, പെട്ടെന്ന് അടുത്ത നിമിഷത്തിൽ ദൈവപുത്രന്മാർ. For this transformation or metamorphosis to take place, it's very important that God alone maintains our body. ഈ രൂപാന്തരം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കണമെങ്കിൽ, ഇങ്ങനെ ഒരു പ്രക്രിയ അന്ന് ഉണ്ടാകണമെങ്കിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാകുന്നു ദൈവം മാത്രമായിരിക്കണം നമ്മുടെ ശരീരത്തെ പരിപാലിക്കേണ്ടത്. Know you not that your body is the temple of the Holy Ghost? നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? Do you not know that you do not belong to yourself, you have been bought with a price? നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? So the Holy Spirit is in control of this body. This body doesn't belong to me. I can't take this and give it to a priest of Asclepius and say, come and heal me. ഈ ശരീരം എന്നത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. ഇതെടുത്ത് ആസ്കലോപ്യസിന്റെ പുരോഹിതന്മാരുടെ കയ്യിൽ കൊടുത്ത് നിങ്ങൾ ഈ ശരീരത്തെ സൗഖ്യമാക്കുക എന്ന് എനിക്ക് പറയുവാൻ അവകാശമില്ല. St. Peter says, വിശുദ്ധ പത്രോസ് പ്രകാരം പറയുന്നു in 1 Peter 1:5, 1 പത്രോസ് 1-ാം അധ്യായം 5-ാം വാക്യം, we are kept or maintained by the power of God. മലയാളത്തിൽ 4-ാം വാക്യം, നാം ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവരാകുന്നു. So our body has to be maintained by God's power, not by medical power that was invented by demons and magicians. ആകയാൽ മന്ത്രവാദികളും പൈശാചിക ശക്തികളും കണ്ടുപിടിച്ചതായ മരുന്നിലും ഔഷധത്തിലുമല്ല നാം കാക്കപ്പെടേണ്ടത്, നാം ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവരാകുന്നു. So you can't adjust with medicine and divine healing both together. അപ്പോൾ മരുന്നും കൊണ്ടും ദൈവത്തിന്റെ ശക്തിയും കൊണ്ടും രണ്ടും ഒരുപോലെ നമുക്ക് കൊണ്ടുപോയത് കൊണ്ട് പ്രയോജനമില്ല. We can do it. We have all the right to do it. No one can force us. നമുക്കത് ചെയ്യുവാനുള്ള അവകാശമുണ്ട്. ആരും നമ്മെ നിർബന്ധിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ചെയ്തത് കൊണ്ട് പ്രയോജനമില്ല. But when the sons of God are manifest at the twinkling of an eye, when Jesus comes, our bodies won't be manifest there. എന്നാൽ ദൈവപുത്രന്മാർ യേശുവിന്റെ രഹസ്യ വരവിൽ വെളിപ്പെട്ടു വരുമ്പോൾ നമ്മുടെ ശരീരം ദൈവപുത്രന്മാരോട് തുല്യരാകില്ല. We'll have to rise up in a later order of resurrection. That's നാം all. ഉയർപ്പിന്റെ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഒരു നിരയിൽ ഉയർത്തെഴുന്നേൽക്കേണ്ടി വരും. That's not why God has brought us here. അതുകൊണ്ടല്ല, അതിനുവേണ്ടിയല്ല ദൈവം ഈ കൂട്ടായ്മയിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. Now we'll answer the fourth question. ഇപ്പോൾ 4-ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ, why is not divine healing working these days? എന്തുകൊണ്ട് ദൈവിക രോഗശാന്തി ശക്തിയായി ഇന്ന് പ്രവർത്തിക്കുന്നില്ല? One important reason is our unbelief. ഒന്നാമത്തെ പ്രധാന കാരണം നമ്മുടെ അവിശ്വാസം തന്നെയാകുന്നു. We are called believers, നമ്മുടെ പേർ വിശ്വാസികൾ എന്നാകുന്നുവല്ലോ, but we don't have faith. എന്നാൽ വിശ്വാസമില്ലാത്തവരായി പോയി. That's the whole problem. അത് തന്നെയാകുന്നു മുഴുവൻ പ്രശ്നത്തിനും കാരണം. When we get that eyesight called faith, then the whole problem is solved. വിശ്വാസം എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകും. One woman, a saint, said, our unbelief can tie the hands of the Almighty God. ഒരു വിശുദ്ധിയായ സ്ത്രീ ഇപ്രകാരം പ്രസ്താവിച്ചു, നമ്മുടെ അവിശ്വാസം ദൈവത്തിന്റെ ഇരുകരങ്ങളെയും കെട്ടിവെക്കുവാൻ ഇടയാകും. Almighty God. സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളെ കെട്ടിവെക്കും. If you turn to Mark chapter 6 and read verses 5 and 6, you see that is proved there. മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 5-6 വാക്യം വായിച്ചാൽ അതവിടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാകുന്നു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. And he could there do no mighty work save that he laid his hands upon a few sick folk and healed them. And he marveled because of their unbelief, and he went round about the villages teaching. There are some verses which say Jesus healed all that were sick. ചില വചനങ്ങളിൽ തിരുവെഴുത്തിൽ ഇപ്രകാരം കാണപ്പെടുന്നു, കൂടി വന്ന സകല രോഗികളെയും യേശു സൗഖ്യമാക്കി. But here Jesus has come to his own hometown.
ഇവിടെ എന്നാൽ യേശു ഇവിടെ തന്റെ സ്വന്തം പട്ടണത്തിലേക്ക് ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. The Bible, this verse does not say he did not heal some, it says he could not heal some. ഇവിടെ തിരുവെഴുത്ത് പറയുന്നത് അവൻ ചിലരെ അവിടെ സൗഖ്യമാക്കി ഇല്ല എന്നല്ല അവൻ അവിടെ ചിലരെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല എന്നാകുന്നു. Just imagine Jesus, Almighty Savior, Healer, could not heal some sick people because of their unbelief. ഇതിനെ നിങ്ങൾ അല്പം ആഴമായി ചിന്തിക്കുക. സർവശക്തനായ ദൈവം, രോഗശാന്തി അല്ലെങ്കിൽ സൗഖ്യമാക്കുന്നവനായ യേശു ഇവിടെ ചില ജനങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള വാക്ക്. So we must pray that our faith in when we fall sick, don't just pray Lord heal me, pray Lord increase my faith. ആകയാൽ നിങ്ങൾ രോഗികളായി തീരുമ്പോൾ ഉടനെ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ എങ്ങനെയെങ്കിലും എന്നെ സൗഖ്യമാക്കണമെന്നല്ല, കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. Faith is a sight. വിശ്വാസം എന്നതൊരു ദർശനം, കാഴ്ചയാകുന്നു. It's a sight that sees beyond the situation that is around you. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലക്ഷണങ്ങളെക്കാൾ ഉപരിയായി ഒരു കാഴ്ചപ്പാടാകുന്നു വിശ്വാസം. It is a sight that can see healing more than sickness. എന്നാൽ രോഗത്തെക്കാൾ ഉപരി സൗഖ്യത്തെ ദൂരെ നിന്നേ ദർശിക്കുന്ന ഒരു കാഴ്ചയാകുന്നു വിശ്വാസം. When you have this faith, you won't get scared when you fall sick. അങ്ങനെ ഒരു വിശ്വാസം നമ്മിൽ ഉണ്ടാകുമ്പോൾ, രോഗികളായി തീരുമ്പോൾ നാം ആരും ഭയപ്പെട്ടു പോകുകയില്ല. I told you on the first day or second day that fear can make you take wrong reactions. ഒന്നാമത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ ഞാൻ ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞിരുന്നു. ഭയം എന്നത് നമ്മിൽ തെറ്റായ ഒരു പ്രതികരണത്തെ ഉളവാക്കും. One day a man returned to his home in the night. ഒരു ദിവസം ഒരു മനുഷ്യൻ രാത്രിയിൽ തന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോവുകയായിരുന്നു. His daughter and he were there alone in the house because he went out. His small girl, about 6 or 7 years old, he put her with the neighbors and said, let her be with you till I come, and went out and came back in the night. തനിക്കൊരു ചെറിയ പൈതലുണ്ടായിരുന്നു. തന്നെ അയൽഭവനത്തിൽ കൊടുത്തിട്ട് ഞാൻ പിന്നീട് വരുമ്പോൾ ഈ പൈതലിനെ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് താൻ രാത്രിയിൽ മടങ്ങി വരികയായിരുന്നു. When he came home, he got a shock. The door of his house was open. താൻ മടങ്ങി വന്നപ്പോൾ താൻ ഞെട്ടിപ്പോവാനിടയായി തീർന്നു. തന്റെ വീടിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു. Immediately he took out his gun. ഉടനെ തന്നെ താൻ തന്റെ തോക്കെടുത്തു. He climbed up the stairs with the gun in hand. തന്റെ കരങ്ങളിൽ തോക്കെടുത്തുകൊണ്ട് താൻ ഏണിപ്പടികൾ ചവിട്ടി മുകളിലേക്ക് കയറി. But the truth was, the daughter from the neighbor's house, that 6 or 7-year-old girl, she came, she opened the house and she was inside. എന്നാൽ സത്യം ഇതായിരുന്നു, തന്റെ മകൾ അടുത്ത അയൽവാസിയുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നത്. അവൾ തന്നെ വന്നാകുന്നു വാതിൽ തുറന്ന് മുകളിൽ കയറിയത്. Now this father is climbing up with the gun. ഇപ്പോൾ ഈ പിതാവ് തോക്കുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. You know what the girl did? ഉടനെ ആ പെൺകുട്ടി എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമോ? She hid behind a cupboard and she said, I'm going to give dad a surprise. താൻ ഒരു കബോർഡിന്റെ ഒരു അലമാരിയുടെ പുറകിൽ മറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിന് ഒരു അത്ഭുതം, ആശ്ചര്യമുളവാക്കുന്ന കാര്യം ചെയ്യുവാൻ പോകുന്നു എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. The dad is climbing up with the gun. ആ പിതാവ് ഈ തോക്കുകൊണ്ട് വീണ്ടും മുകളിലേക്ക് കയറി ചെന്നു. He thinks a thief is inside. തന്റെ മനസ്സ് മുഴുവനും ഇവിടെ ഒരു കള്ളൻ കയറി എന്നുള്ളതാകുന്നു. And he went near that cupboard. ആ കബോർഡിന്റെ അലമാരിയുടെ പുറകിൽ താൻ ചെന്നപ്പോൾ the small daughter suddenly came out of the cupboard. Bah! She did that. താൻ ആ ചെറിയ പെൺകുട്ടി ഉടനെ അലമാരിയുടെ പുറകിൽ നിന്ന് വന്ന് ഉടനെ പെട്ടെന്ന് ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. In that fear, dad pulled the trigger and shot his daughter dead. ആ ഭയത്തിൽ പെട്ടെന്ന് അറിയാതെ തന്റെ കയ്യിൽ ഇരുന്ന തോക്കിന്റെ കാഞ്ചി വലിച്ച് ഉടനെ തന്നെ ആ പെൺകുട്ടി മരണമടഞ്ഞു. So fear can give you wrong reactions. ആകയാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഭയം എന്നത് നമ്മിൽ തെറ്റായ ഒരു പ്രതികരണമാകും ആദ്യം ഉളവാക്കുന്നത്. So the roots of medicine is diabolic. It started from magic, from witchcraft, from demons. And when we fall sick, if we don't have faith, God disappears from the scene. We want to run somewhere to preserve our bodies. ആകയാൽ മരുന്നിന്റെ വേരുകൾ നാം പരിശോധിച്ചാൽ അതിന് വ്യത്യസ്തമായ പ്രതികരണം ഉളവാക്കുന്നു. അത് മന്ത്രവാദത്തിൽ നിന്ന് ഉരുവായി ഇന്ന് പല കാലങ്ങൾ പിന്നിട്ട് ശാസ്ത്രത്തിലേക്ക് കടന്നു വന്നു. നാം ഇന്ന് അതിന്റെ പിന്നാലെ പോകുന്നു, കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നില്ല. Now I don't have time to answer the 5th question. Why do people die sick? എന്തുകൊണ്ട് ഇന്ന് അനേകർ ഇതേ രോഗികളായി മരിക്കുന്നു എന്നതിന് ഉത്തരം പറയുവാൻ അധികം സമയമില്ല. But one thing I want to tell you. എന്നാൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. Death is not the end for a Christian.
ഒരു ക്രിസ്ത്യാനിക്ക് മരണമെന്നത് തന്റെ ജീവിതത്തിന്റെ അവസാനമല്ല. We have something called the hope of resurrection. നമുക്ക് ഉയർപ്പിൻ പ്രത്യാശ, പുനരുത്ഥാനത്തിൻ പ്രത്യാശ എന്നൊന്നുണ്ട്. Maybe cancer will come into my body and try to fight with my body and kill my body. ഒരുപക്ഷെ അർബുദത്തിന് എന്റെ ശരീരത്തിൽ കടന്നു വന്ന് എന്റെ ശരീരവുമായി ഒരു യുദ്ധം ചെയ്ത് അതിനെ കൊന്നുകളയുവാൻ കഴിഞ്ഞേക്കാം. But when I stand for the truth of divine healing, എന്നാൽ ദൈവിക രോഗശാന്തി എന്ന സത്യത്തിന് വേണ്ടി ഞാൻ നിലനിന്നാൽ, even if I die, ഞാൻ മരിച്ചാലും കൂടെ, that cancer has attacked my body but could not touch my soul. ആ അർബുദ വ്യാധിക്ക് എന്റെ ശരീരത്തെ ആക്രമിക്കുവാൻ കഴിഞ്ഞേക്കാം, എന്നാൽ എന്റെ പ്രാണനെ തൊടുവാൻ കഴിയുകയില്ല. It could not touch my faith in Jesus. അത് യേശുവിലുള്ള എന്റെ വിശ്വാസത്തെ തൊടുവാൻ കഴിയുകയില്ല. So for the time being, that dead body is taken to the grave and put inside. ഇപ്പോഴത്തെ സമയത്തിന് അല്ലെങ്കിൽ സാഹചര്യം വരുമ്പോൾ മരിച്ചതിന് ശേഷം ആ ശവശരീരം കൊണ്ട് അടയ്ക്കേണ്ടി വരുമല്ലോ. Suddenly one day will come. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം സംഭവിക്കുവാൻ പോകുന്നു. That dead body will burst out of the grave. ആ ശവശരീരം കല്ലറയിൽ നിന്ന് പൊട്ടി ഉയർത്തെഴുന്നേൽക്കപ്പെടുവാൻ Oh പോകുന്നു. cancer, where is your sting? അതെ അർബുദമേ, നിന്റെ വിഷമുള്ള എവിടെ? You thought you killed me. You thought I was gone. I am here alive much more than before. നീ ചിന്തിച്ചോ ഞാൻ മരിച്ചുപോയെന്ന്, എന്നാൽ ഞാൻ എന്നേക്കുമായി ജീവിപ്പിക്കപ്പെടേണ്ടതിന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. That's the power of resurrection. That's the secret of divine healing. അതാകുന്നു പുനരുത്ഥാനത്തിന്റെ ശക്തി, അതാകുന്നു ദൈവിക രോഗശാന്തിയുടെ ശക്തി. He that believeth on me, though he were dead, yet shall he live. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. Jesus did not say, I have the resurrection. Jesus said, I am the resurrection. യേശു പറഞ്ഞത് എനിക്ക് പുനരുത്ഥാന ശക്തി ഉണ്ട് എന്നല്ല, ഞാൻ തന്നെ പുനരുത്ഥാനം എന്നാകുന്നു പറഞ്ഞത്. So even if we die sick, that's not a problem for us. We still believe we are going to rise again. The war is not yet over. ആകയാൽ ഇങ്ങനെ ദൈവിക രോഗശാന്തിയിൽ നിലനിന്ന് മരിക്കുന്നവർ അതിൽ വ്യാകുലപ്പെടേണ്ടതില്ല. അങ്ങനെയുള്ളവർ അവരെ പറ്റി വ്യാകുലപ്പെടേണ്ടതില്ല. ഇതിലും വലിയ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റപ്പെടുവാൻ പോകുന്നു. Now I want to share with you, as time permits, just 2 or 3 medicines that we have for our healing. നമ്മുടെ സൗഖ്യത്തിനായി നാം ആചരിക്കേണ്ടുന്ന ചില ഔഷധങ്ങളെ പറ്റി മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. Maybe just 2 medicines. 2 ഔഷധങ്ങൾ. One is the word of God. ഒന്ന് ദൈവവചനം. If you turn to Proverbs chapter 4 സദൃശ്യവാക്യം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ and read verse 22, 22-ാം വാക്യം വായിച്ചാൽ, it says, my son, you keep my words. എന്റെ മകനെ, എന്റെ വാക്കുകളെ നീ സൂക്ഷിക്കുക. It will be health to your flesh, or medicine to your flesh, as it is in the margin. അതിന്റെ മാർജിനിൽ കൊടുത്തിരിക്കുന്നത് പോലെ അത് നിന്റെ ദേഹത്തിന് സൗഖ്യമാകുന്നു. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. Read that. For they are life unto those that find them, and health to all their flesh. In some English Bible margins, that word health is medicine. ഇംഗ്ലീഷ് ബൈബിളിന്റെ മാർജിനിൽ പറഞ്ഞിരിക്കുന്നതായ ഒരു വസ്തുത അത് മരുന്ന് എന്നാകുന്നു. For health. അത് ആരോഗ്യത്തിനുള്ളതാകുന്നു എന്നാകുന്നു. സൗഖ്യത്തിന് ഉള്ളത് എന്ന് തന്നെയാകുന്നു. It's written Saukyam in that verse. That word is medicine in the margin in some English Bibles. സൗഖ്യം എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വാക്കിന് ഇംഗ്ലീഷിൽ ചില ബൈബിളുകളിൽ കൊടുത്തിരിക്കുന്നത് medicine. മരുന്ന് എന്ന് തന്നെയാകുന്നു. So the word of God is our medicine. ആകയാൽ ദൈവവചനമാകുന്നു നമ്മുടെ മരുന്ന്. But it is written that for this medicine to work, we have to find it. Their life to all that find it. We have to find the word of God. എന്നാൽ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ആ ജീവൻ, ആ സൗഖ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ നാം അത് എടുക്കണം. Most of us read the Bibles every day. നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും തിരുവെഴുത്ത് വായിക്കുന്നവരാകുന്നുവല്ലോ. It's not enough to read the Bible. We must find a word from the Bible that speaks to us. That is medicine. നാം വെറുതെ വേദപുസ്തകം വായിച്ചു വിടുകയില്ല. ആ വചനഭാഗങ്ങളിൽ നിന്ന് നമുക്കുള്ളൊരു വാക്യം നാം കണ്ടുപിടിക്കണം, അത് നാം എടുക്കണം. അത് നമ്മുടെ സൗഖ്യത്തിന് പര്യാപ്തമായി തീരും. Man shall not live by bread alone, but by every word that proceedeth, present tense, proceedeth out of the mouth of God. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന, അതായത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തെ ആസ്പദമാക്കി പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വചനം കൊണ്ടും മനുഷ്യൻ ജീവിക്കും. The Bible is God's word that proceeded.
past tense, out of the mouth of God. വേദപുസ്തകം എന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഒരു കാലത്ത് പണ്ടുകാലത്ത് പുറപ്പെട്ടിരുന്ന ദൈവവചനമാകുന്നു. But from this word that proceeded from the mouth of God, we should find a word when we read the Bible that proceedeth out of the mouth of God. എന്നാൽ നാം വായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് നാം ജീവിക്കണം. From the word that proceeded out of the mouth of God, we should find a word that proceedeth out of the mouth of God. ദൈവത്തിന്റെ വായിൽ നിന്ന് ഒരു കാലത്ത് പുറപ്പെട്ട ആ വചനത്തിൽ നിന്ന് ഇപ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം പോലെ നാം ഏറ്റെടുത്ത് അത് നമ്മുടെ സൗഖ്യത്തിന് കാരണമായി തീരും. So that's the speaking word. അതാകുന്നു സംസാരിക്കുന്ന വചനം. That's the word that we should find. That will be life to those that find them, and health or medicine to all their flesh. അതിനെ പറ്റിയാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവ കിട്ടുന്നവർക്ക് ജീവനും സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. Read Romans 10:17. റോമാലേഖനം 10:17 വാക്യം കൂടി വായിച്ചാട്ടെ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. So then faith cometh by hearing, and hearing by the word of God. See, the verse very clearly says faith does not come by reading the word of God, it comes by hearing the word of God. ഇവിടെ വളരെ വ്യക്തമായി വചനം പറയുന്നു, വിശ്വാസം വരുന്നത് വചനം വായിക്കുന്നത് കൊണ്ടല്ല, വചനം കേൾക്കുന്നതിലൂടെയാകുന്നു. So when you read the word, there should be a word that you hear. That's the speaking word. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ദൈവവചനം വായിക്കുമ്പോൾ അതിൽ നിന്ന് നാം കേൾക്കേണ്ടുന്ന ഒരു ശബ്ദമുണ്ട്. ആ വചനമാകുന്നു നമുക്ക് വിശ്വാസഹേതുകമാകുന്നത്. When we hear this word of God, it becomes a medicine, not just for our soul, but it is health to all their flesh, to their bodies. നാം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ വെറുതെ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ പ്രാണന് മാത്രമല്ല സർവ്വദേഹത്തിനും സൗഖ്യമാകുന്നു എന്നാകുന്നു പറഞ്ഞിരിക്കുന്നത്. That is one secret of divine healing. One reason we fall sick is because we do not hear the word of God every day. അതാകുന്നു ദൈവിക രോഗശാന്തിയുടെ ഒരു സത്യം. ഓരോ ദിവസവും നാം ദൈവത്തിന്റെ ശബ്ദം വചനത്തിൽ കൂടി കേൾക്കാത്തതുകൊണ്ട് രോഗികളായി തന്നെ തുടരുന്നു. Another medicine, മറ്റൊരു ഔഷധം പറയട്ടെ, is the stripes of Jesus. യേശുവിന്റെ അടിപ്പിണരുകളാകുന്നു. We all know that verse. By his stripes ye were healed. നമുക്കെല്ലാവർക്കും ആ വചനം സുപരിചിതമാകുന്നുവല്ലോ. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. But one thing that we should know about the stripes of Jesus, എന്നാൽ യേശുവിന്റെ അടിപ്പിണരുകളെ പറ്റി ഒരു കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. it was not received on the cross, it was received before he went to the cross. അവൻ ക്രൂശിൽ വെച്ചല്ല തന്റെ ശരീരത്തിൽ അടികളേറ്റത്. അവൻ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പേ അടിപ്പിണരുകൾ തനിക്കുണ്ടായി. They took a scourge and whipped him and whipped him and whipped him so many times till there were stripes formed on his body. അവർ ഒരു ചാട്ടയെടുത്ത് അധികമായി അവനെ അടിച്ചു. അവന്റെ ശരീരത്തിൽ അടികൊണ്ടുണ്ടാകുന്ന പാടുകൾ അല്ലെങ്കിൽ അപിണരുകൾ ഉണ്ടാകുന്നത് വരെ യേശുവിനെ അടിച്ചുകൊണ്ടേയിരുന്നു. So we are healed not by those nail pierces, not by the spear piercing, not by the rod beating on his crown, but we are healed by the scourging that he took before he went to the cross. ആകയാൽ നാം സൗഖ്യമാകുന്നത് യേശുവിന്റെ കൈകളിൽ ആണികൾ ഏറ്റതുകൊണ്ടോ അല്ലെങ്കിൽ തന്റെ തലയിൽ മുൾമുടിയാൽ അടിക്കപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ തന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയതുകൊണ്ടോ അല്ല. അവൻ ക്രൂശ് ചുമക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി അടികളേറ്റു. അതിന്റെ അടിപ്പിണരുകൾ കൊണ്ടാകുന്നു സൗഖ്യമാകുന്നത്. In other words, just for our healing, before he went to the cross, he took all those blows only so that we might be healed by his stripes. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അടികളെല്ലാം ചാട്ടകൾ കൊണ്ട് ഏറ്റത് നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി മാത്രമാകുന്നു. So Jesus, just imagine, they tied his hands above his head and they whipped him 39-40 times. നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക, യേശുവിന്റെ ഇരുകരങ്ങൾ മുകളിലോട്ട് കെട്ടിയിട്ട് അവന്റെ മുതുകിൽ ചാട്ട കൊണ്ട് 39 അടികൾ അടിക്കുന്നു. All his flesh was whipped off and skin was hanging in ribbons all over his body. തന്റെ ശരീരത്തിലുള്ള എല്ലാ മാംസങ്ങളും അത് കഷ്ണമായി പിച്ചി ചീന്തപ്പെട്ട് തന്റെ ഉള്ളു അസ്ഥികൾ കാണുവാൻ കഴിയുന്ന അവസ്ഥയിലാകുന്നു. Only one reason. ഇതിന്റെ എല്ലാം കാരണം ഒന്ന് മാത്രമാകുന്നു. I am your healer. ഞാൻ നിന്റെ സൗഖ്യദാതാവാകുന്നു. I am your healer, Jehovah. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. Now, when we fall sick, we go straight to the priest of Asclepius for healing. And it's like throwing mud or ash on the stripes of Jesus. I don't care about your death, Jesus. I want to be healed, that's all. ആകയാൽ നാം
രോഗികളായിരിക്കുമ്പോൾ വൈദ്യന്റെ അല്ലെങ്കിൽ ആസ്കലോപ്യോസിന്റെ പുരോഹിതന്മാരുടെ അടുക്കൽ പോകുന്നതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ അടിപ്പിണരുകളിൽ ചെളി വാരി എറിയുകയാകുന്നു. ഞാൻ നിന്നെ പറ്റിയോ നിന്റെ അടിപ്പിണരുകളെ പറ്റിയോ കരുതുന്നില്ല, അതിനെപ്പറ്റി ഞാൻ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. I want to be healed, that's all. എനിക്ക് എങ്ങനെയെങ്കിലും സൗഖ്യം ലഭിച്ചാൽ മതി. How terrible that is. അത് എത്ര ഭീകരമാകുന്നു. It's a treachery to his stripes. അത് തന്റെ അടിപ്പിണരുകളോട് നാം കാണിക്കുന്ന ദ്രോഹമല്ലേ? Shall we close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. God wants to increase our faith in the power and truth of divine healing. ദൈവിക രോഗശാന്തി എന്ന സത്യത്തിലുള്ള ശക്തിയിലും അധികാരത്തിലുള്ള വിശ്വാസം നമ്മിൽ വർദ്ധിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Let me tell you a testimony. ഒരു സാക്ഷ്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. By the grace of God, ദൈവകൃപയാൽ from the age of 3 God has been my healer. 3 വയസ്സ് പ്രായം മുതൽ ഇന്നുവരെയും ദൈവം എന്റെ സൗഖ്യദാതാവായിരിക്കുന്നു. I had jaundice. എനിക്ക് മഞ്ഞപ്പിത്തമുണ്ടായി. I had about 200 sores from head to foot in my body when I was a child. ഞാൻ ശിശുവായിരിക്കുമ്പോൾ തന്നെ എന്റെ തല മുതൽ പാദം വരെ 200ഓളം പരുക്കളാൽ ബാധിച്ചു. I had asthma. എനിക്ക് വലിവിന്റെ പ്രയാസമുണ്ടായിരുന്നു. I had a fever called mumps. എനിക്ക് മുണ്ടുനീർ എന്നുള്ള പനി ഉണ്ടായിരുന്നു. I had malaria. എനിക്ക് മലേറിയ ഉണ്ടായിരുന്നു. I had arthritis. എനിക്ക് വാതരോഗമുണ്ടായിരുന്നു. For some years I had a pain in the right side near my stomach area. Every now and then it's a pain that pops up and then disappears, then pops up and then disappears. എപ്പോഴും ചില കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉദരത്തിന്റെ വയറിന്റെ വലതു ഭാഗത്ത് എപ്പോഴും ഉടനെ പെട്ടെന്ന് പൊങ്ങി വരുന്ന ഒരു വേദന, പിന്നെ പോകും പിന്നെ വരും, അങ്ങനെ തുടർച്ചയായി ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. In my school days I had some shooting pain in my chest. I can't breathe in. If I breathe in, there's a terrible pain that comes in my chest. എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഞാനായിരുന്നപ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു വെടിയുണ്ട പോലെ പായുന്ന ഒരു വേദന ഉണ്ടായിരുന്നു. ഒരു ശ്വാസം എടുത്താൽ തന്നെ എനിക്ക് ജീവൻ പോകുന്ന വേദനയായിരുന്നു. From all these diseases Jesus healed me without any medication. ഈ സകല രോഗങ്ങളിൽ നിന്നും കർത്താവ് ഒരു മരുന്നിന്റെയും സഹായമില്ലാതെ എന്നെ സൗഖ്യമാക്കി. We are kept by the power of God. നാം ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവരാകുന്നു. Those who have received the Holy Spirit, listen, you have a power that can heal all the diseases that come in your body. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശരീരത്തിലെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കേണ്ടുന്ന ശക്തി നിങ്ങളിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. Therefore, let's not look at that sickness and walk by sight. Let's look at our healer and walk by faith. ആകയാൽ ആരും തങ്ങളുടെ രോഗത്തെ നോക്കി കാഴ്ചയാൽ നടക്കരുത്, നിങ്ങളുടെ സൗഖ്യദാതാവിനെ നോക്കി വിശ്വാസത്താൽ ജീവിക്കുക. If you are a child of God, നീ ഒരു ദൈവപൈതലാകുന്നുവെങ്കിൽ there's a bread that Jesus wants to give you. It's called children's bread. യേശു നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്പമുണ്ട്, അതാകുന്നു മക്കളുടെ അപ്പം. It is available right here. അതിപ്പോൾ തന്നെ ഇവിടെ ലഭ്യമാകുന്നു. You can close your eyes and take it by faith and experience that healing. നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ആ രോഗശാന്തിയെ നിങ്ങൾ അനുഭവമാക്കുക. If you believe, you can take some of this bread to your house also. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ അപ്പം അല്പം എടുത്ത് നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. Jesus raised the dead. Jesus healed all manner of diseases. യേശു മരിച്ചവരെ ഉയർപ്പിച്ചു, ഏതു വിധത്തിലുള്ള രോഗികളെയും അന്നവൻ സൗഖ്യമാക്കി. Has Jesus become old and powerless today? അതേ യേശു ഇന്ന് വാർദ്ധക്യം ചെന്ന് ശക്തി അറ്റവനായി പോയോ? Jesus Christ the same yesterday, today and forever. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. What is written in the Bible about the healing power of Jesus is not a story. If it's a truth, the same power is available for us today also. തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന യേശുവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി എന്നത് ഏതോ ഒരു കെട്ടുകഥയല്ല, അത് ഇന്നും വ്യാപരിക്കുന്ന അത്ഭുത രോഗശാന്തിയുടെ ശക്തിയാകുന്നു. Let's increase our faith this afternoon. എന്നാൽ ഈ മധ്യാഹ്ന സമയത്ത് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് വർദ്ധിപ്പിക്കാം. Very simple. Just believe Jesus is your healer and that sickness will fade away. ഇത് വളരെ ലഘുവാകുന്നു. ഒരേ ഒരു കാര്യം വിശ്വസിക്കുക മാത്രം ചെയ്യുക, യേശു എന്റെ സൗഖ്യദാതാവ് തന്നെ. Those who say, I accept Jesus as my healer, I want no other healing, put up your right hand. യേശു മാത്രമാകുന്നു എന്റെ സൗഖ്യദാതാവ്, മറ്റൊരു സൗഖ്യവും എനിക്ക് ആവശ്യമില്ലെന്ന് ഏറ്റെടുക്കുന്നവർ, സമ്മതിക്കുന്നവർ മാത്രം തങ്ങളുടെ കരങ്ങളെ ഉയർത്തുക. Don't use your brains. Believe in the word of God like a small child and lift up your hands by faith. ഇപ്പോൾ ദയവായി നിങ്ങളുടെ തലച്ചോറിനെ, നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസം എന്ന ശക്തിയിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കരങ്ങളെ ഉയർത്തുക.
Today Jesus is telling you, according to your faith be it unto you. ഇന്ന് യേശു പറയുന്ന വാക്ക് നീയും കേട്ടുകൊള്ളുക. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. You who are lifting up your hand, Jesus is telling you, according to your faith be it unto you. കരമുയർത്തുന്ന എന്റെ പൈതലേ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. Your faith has made you whole. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. When Jesus appears, your body is becoming ready for transformation. യേശു മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ നിന്റെ ശരീരം രൂപാന്തരത്തിന് യോഗ്യമായിരിക്കും. We are sons of God already by faith. വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവപുത്രന്മാരായി തീർന്നിരിക്കുന്നു. Few minutes, let's give room to the power of resurrection. അല്പസമയം പുനരുത്ഥാന ശക്തിക്കായി നിങ്ങളുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. That power that is going to raise up saints from their graves. ആ ശക്തിയാകുന്നു ഇനിയും അനേക വിശുദ്ധന്മാരെ, മൺമറഞ്ഞു പോയവരെ കല്ലറകളിൽ നിന്ന് ഉയർപ്പിക്കുവാൻ പോകുന്നത്. Today it is operating in your body right now. എന്നാൽ ഇന്ന് ഈ വർത്തമാനകാലത്തിൽ അതിപ്പോൾ നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നു. Let that spirit rise up within you. ആ ആത്മാവൊന്നുണ്ടെങ്കിൽ അത് നിന്നെ ഉയർപ്പിക്കട്ടെ. As we speak in tongues now, നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ the Holy Spirit is going to fight against your sickness. പരിശുദ്ധാത്മാവ് തന്നെ നിന്റെ രോഗവുമായി ഒരു പോരാട്ടം കഴിക്കട്ടെ. Let's see who is going to win the battle. ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. Is the sickness going to win the battle or the Holy Spirit going to win the battle? രോഗം നിന്റെ ജീവിതത്തിൽ ജയിക്കുമോ പരിശുദ്ധാത്മാവ് ജയിക്കുമോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. You believe in the power of the Holy Spirit, you will see the glory of God operating in your body. പരിശുദ്ധാത്മാവിലുള്ള ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ ശരീരത്തിൽ അനുഭവിപ്പാനിടയായി തീരും. Oh death, where is thy sting? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? Oh grave, where is thy victory? ഹേ പാതാളമേ, നിന്റെ ജയം എവിടെ? Thanks be to God who causes us to triumph through Christ Jesus. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Oh Rama Shamtudan Karabashamtuda. Yes, tam turan karau shabaniantuda. Give room to that Holy Spirit ആ now. പരിശുദ്ധാത്മാവിന് ഇടം നൽകുക. He is inside you. അവൻ നിന്റെ ഉള്ളിലുണ്ട്. Let him enter into that weak flesh. ആ ബലഹീനമായ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പ്രവേശിക്കട്ടെ. That anointing is coming. അഭിഷേകം ഇറങ്ങി വരികയാകുന്നു. That anointing can quicken the dead. Your sickness is nothing for him. ആ അഭിഷേകത്തിന് നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. നിങ്ങളുടെ രോഗമെന്നത് പരിശുദ്ധാത്മാവിനും ദൈവത്തിനും ഒരു വിഷയമേ അല്ല. It can quicken the dead. Then with the sickness is nothing for you. അത് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ആ നിങ്ങളുടെ രോഗം അതിനൊരു വിഷയമേ അല്ല. 2 minutes, let's give room to the anointing. 2 മിനിറ്റുകൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ഇടം നൽകുക. Shabankatudaya Sabankaramaniatuda. Saboria Rabaha Sankaramaniatuda. Shamankaramau Shamaniatuda.